ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് ഫോർത്ത് ചാപ്റ്റർ അല്ലേ? ഫോർത്ത് ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? ഫോർത്ത് ചാപ്റ്ററിന്റെ പേര് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്തായിരുന്നു? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ അല്ലേ? ഓർത്തുക. ഈ ചാപ്റ്റർ കണ്ടന്റ് കഴിഞ്ഞു. നമ്മൾ അതിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് കുറച്ചായിട്ട് എഴുതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മയുണ്ടോ? ഓർത്തു വെക്കാം. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വീണ്ടും ഇത് ചെയ്യും കേട്ടോ. ഏറ്റവും ലാസ്റ്റ് എടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞേ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് അല്ലെ? ഓർത്തു നോക്കാം. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഈ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടില് നമ്മൾ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. 2 ടൈപ്പ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്സ് ഒക്കെയാണ്. ഇന്റർമോളിക്കുലർ അല്ല, ഹൈഡ്രജൻ ബോണ്ട് 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് അല്ലെ? ഓർത്തു നോക്കാം. ഇന്റർ ആൻഡ് ഇൻട്രാ. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിന് എക്സാമ്പിൾ എന്താണ്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എക്സാമ്പിൾ എന്താണ്? ഇൻട്രാ INTRA വിത്തിൻ ദ മോളിക്യൂൾ. ഒരു എക്സാമ്പിൾ ഉള്ളൂ, ഒരൊറ്റ എക്സാമ്പിൾ എഴുതിയുള്ളൂ. ഓർത്തോ നൈട്രോഫിനോൾ കേട്ടോ. ഓർത്തോ നൈട്രോഫിനോൾ. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിന് നമ്മൾ കുറെ എക്സാമ്പിൾ ഒക്കെ എഴുതി അല്ലെ? H2O, ആൽക്കഹോൾ കണ്ടോ? ഓർത്തു നോക്കാം. അതെല്ലാം എന്തായിരുന്നു? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കേട്ടോ. ഓർത്തു നോക്കാം. ഇതാണ് നമ്മൾ ലാസ്റ്റ് എടുത്തേക്ക് ഇട്ടു. അതിന് തൊട്ട് മുമ്പത്തെ നമ്മൾ ആ ചാപ്റ്ററിന്റെ ബാക്കിലേക്ക് ഇങ്ങനെ പോവാം കേട്ടോ. കണ്ടന്റുകളൊന്നും പറഞ്ഞൊക്കെ നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് റിവിഷൻ ആയിട്ട് ടെക്സ്റ്റുകളെ ബാക്കിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഓരോന്നായിട്ട് ചെയ്യുകയും ചെയ്യണം, പറയുകയും ചെയ്യണം കേട്ടോ. ഓർത്തു നോക്കാം. ഇന്നത്തെ ഹാഫ് സെക്ഷൻ നമ്മൾ മുഴുവനും ആ ചാപ്റ്ററിന്റെ കണ്ടന്റുകൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓർത്തു നോക്കുക. അതിന് തൊട്ട് മുമ്പ് എടുത്ത് MOTയുടെ പേരെന്തായിരുന്നു? മോളിക്കുലർ ഓർബിറ്റൽ തിയറി. MOT മോളിക്കുലർ ഓർബിറ്റൽ തിയറി. മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ നമ്മൾ എടുത്ത കണ്ടന്റ് എന്തായിരുന്നു? ഒരു 4 പോസ്റ്റുലേഷൻസ് എഴുതി വെച്ചിരുന്നു. ഫസ്റ്റ് പോസ്റ്റുലേഷൻസ് എന്തായിരുന്നു? ഇലക്ട്രോൺസ് ആറ്റമിക് ഓർബിറ്റലിലാണെങ്കിൽ അല്ലെ? ആറ്റത്തിലാണെങ്കിൽ ആറ്റമിക് ഓർബിറ്റലായിരിക്കും. മോളിക്യൂൾസിൽ എന്തിലായിരിക്കും? മോളിക്കുലർ ഓർബിറ്റലായിരിക്കും അല്ലെ? അങ്ങനെയൊക്കെ പറഞ്ഞൊരു 4 പോസ്റ്റുലേഷൻസ് എഴുതി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്താണ്? ബോണ്ടിങ് ആൻഡ് ആന്റി ബോണ്ടിങ്. ആർക്കായിരിക്കും ഹയർ എനർജി? ബോണ്ടിങ് ആൻഡ് ആന്റി ബോണ്ടിങ് ആർക്കായിരിക്കും ഹയർ എനർജി? ബോണ്ടിങ് ഇലക്ട്രോൺ ആണോ ആന്റി ബോണ്ടിങ് ഇലക്ട്രോൺ ആണോ? വിച്ച് ഈസ് ഹയർ എനർജി? അല്ല, ആന്റി ബോണ്ടിങ്ങിനാണ് ഹയർ എനർജി. സ്റ്റെബിലിറ്റി കൂടുതൽ ഏതായിരിക്കും? ബോണ്ടിങ്ങിന് കണ്ടോ. എനർജിയുടെ ഓർഡറിൽ എഴുതി. അത് വെച്ചിട്ട് നമ്മൾ എഴുതിയാണ് σ1s2 എന്നൊക്കെ പറഞ്ഞൊരു ഓർഡർ എഴുതി പോയി അല്ലെ? ഓർമ്മയുണ്ടല്ലോ. അതിപ്പോ കാണാതെ പറയിപ്പിക്കും കേട്ടോ. ഓക്കെ. നമ്മള് നോക്കുന്നത് ഇതാണ്. 3 മോളിക്യൂൾസ്. ഒരു ക്ലാസ് മുഴുവനും നമ്മൾ അതിനു വേണ്ടി മാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ബോറോൺ, കാർബൺ, നൈട്രജൻ. ഈ 3 ആൾക്കാർക്ക് നമ്മൾ എഴുതിയിരിക്കുന്ന കോൺഫിഗറേഷൻ എങ്ങനെയാണ്? σ1s2, σ*1s2, σ2s2, σ*2s2 കേട്ടോ. ഓർത്തു നോക്കുക. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ വീഡിയോ ഓൺ ആക്കണം. നിങ്ങൾ ചോദിക്കും കേട്ടോ. ഓർത്തു നോക്കുക. എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിന്റെ കൺസെപ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അത് വീണ്ടും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും അതിന് മുമ്പത്തെ ക്ലാസ്സിൽ വന്നിട്ടില്ലെങ്കിൽ 2 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വീഡിയോ നോക്കണം. ഇൻ കേസ് അതില്ലെങ്കിൽ പോലും ഇവരെ കൊണ്ട് ചോദിക്കുമ്പോൾ പറഞ്ഞു പോകണം കേട്ടോ. ഓർത്തു നോക്കുക. അല്ലാതെ നിങ്ങൾ മനസ്സിലാവാത്ത പോലെ ഇരിക്കരുത്. ചോദിച്ച് ക്ലിയർ ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകണം കേട്ടോ. ഓക്കെ. അപ്പോ σ1s2, σ*1s2, σ2s2, σ*2s2. ഈ സ്റ്റാർ വരുന്ന ഇതിനെ എന്താ വിളിക്കുന്നത്? ആന്റി ബോണ്ടിങ്. ഇതെന്തായിരിക്കും? ബോണ്ടിങ്. ഓർത്തു നോക്കാം. നെക്സ്റ്റ് അടുത്ത് എഴുതിയത് എന്തായിരുന്നു? π2px അല്ലെ? ഈക്വൽ ടു π2py കേട്ടോ. ഓർത്തു നോക്കാം. ഈ മോളിൽ 2 എന്ന് പറഞ്ഞ് ഇപ്പൊ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രോൺ വന്നാൽ മാത്രമേ മോളിൽ കൊടുത്താൽ മതി. അപ്പൊ ആദ്യം പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. σ1s, σ*1s, σ2s, σ*2s, π2px ഈക്വൽ ടു π2py. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും? σ2pz. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരിക്കും? π*2px ഈക്വൽ ടു π*2py. അത് കഴിഞ്ഞാൽ σ*2pz. അൾട്രാ ക്ലിയർ ആയിട്ട് നമ്മൾ പറയാൻ പോവാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലൊക്കെ ഒരു എന്താ പറയാ 10 ക്വസ്റ്റ്യൻസ് ഏകദേശം നമുക്ക് പഠിക്കുകയും വേണം. ഇതുപോലെ ക്ലിയർ ചെയ്ത് പോവുകയും വേണം കേട്ടോ. ഓർത്തു നോക്കാം. ഓക്കെ ആണോ? ഓർത്തു നോക്കാം. ഇനി ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഈ 3 ആൾക്കാർ വരുമ്പോ എന്ത് ചേഞ്ച് ചെയ്യും എന്നാ പറഞ്ഞേ? ഒരു ചെറിയൊരു ഫ്ലിപ്പ് വരും എന്ന് പറഞ്ഞു. ഇതുണ്ടോ? σ2pz ഇപ്പുറത്തേക്ക് വരും, ഇത് ഇപ്പുറത്തേക്ക് വരും. അത് മാത്രമേ ഉള്ളൂ. ഏത് വന്നാ?
ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. കേട്ടോ, ഓർത്ത് നോക്കാം. ഈ കണ്ടന്റ് പഠിക്കുന്നു, ഇതിന്റെ ക്വസ്റ്റൻസ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ നമ്മൾ പഠിക്കുന്നു. നമ്മൾ എഴുതിയിട്ടുണ്ടാകും ക്വസ്റ്റൻസ്, എന്നാൽ ഇന്ന് ഇവിടെ ഓർത്ത് നോക്കാം. നമ്മുടെ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ ഈ റിലാക്സേഷൻ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഭയങ്കര പ്രോ ആക്റ്റീവ് ആയിട്ട് പഠിക്കാൻ തുടങ്ങണം. ഒരു രസമായിരിക്കും അത്. കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ബോറിംഗ് ആയിക്കൊണ്ടിരിക്കും അല്ലെ. ഓർത്ത് നോക്കാം. ഇപ്പൊ നമ്മൾ സിനിമ കാണുന്ന സമയത്ത് അല്ലെ ഭയങ്കര ലാഗ് ആണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെ. ഓർത്ത് നോക്കാം. നമുക്കൊരു എന്റർടൈൻമെന്റ് പോലെ ഇത് പഠിക്കണമെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് സ്പീഡായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് പറയാൻ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഏറ്റവും ടഫ് ആയിട്ടുള്ളത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് മെത്തേഡ്. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഇത് ഏറ്റവും ടഫാണ് ഈ ടോപ്പിക്കിൽ തന്നെ. കേട്ടോ, ഓർത്ത് നോക്കി. ഈ ചാപ്റ്ററിലെ ഏറ്റവും ടോപ്പിക് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു കണ്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവരും, കേട്ടോ, ഓർത്ത് നോക്കാം, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും നിങ്ങൾ ഇത് കാണാതെ പറയിപ്പിച്ചാണെന്ന് ഓർമ്മയുണ്ടാവുമായിരിക്കും അല്ലെ. അന്ന് ആദ്യം ഇവിടം വരെ പഠിപ്പിക്കാൻ ആദ്യം പറഞ്ഞേ, അത് കഴിഞ്ഞ് ഇവിടെ തൊട്ട് നമ്മൾ പറഞ്ഞു, അങ്ങനെയാ പഠിച്ചു പോയത് അല്ലെ. ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, വേഗം നോക്കുക. കേട്ടോ, ഓർത്ത് നോക്കാം. ആദ്യം പഠിക്കുമ്പോൾ എപ്പോഴും ഇത് ഈ ഓൾട്ടർനേഷൻ നോക്കിയിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ പിന്നെ എന്തായിരിക്കും, ഇവിടെ തൊട്ട് ഉണ്ടോ ഓർത്ത് നോക്കാം, ആ ഒരു റിലേഷനൊക്കെ കൊണ്ടുവരാം. ഉണ്ടോ ഓർത്ത് നോക്കാം. ഇനി ഇത് പഠിച്ചാൽ എന്താ ഗുണമെന്നറിയോ, ഇതിനെ സ്റ്റാർ ഇട്ട് പറഞ്ഞാൽ മതി. കണ്ടോ, ഇവിടെ ഇത് കണ്ടോ, ഇതിനെ സ്റ്റാർ ഇട്ട് പറഞ്ഞാൽ മതി, ഇത് കിട്ടും. കണ്ടോ, ഓർത്ത് നോക്കാം. ഓക്കെ അല്ലേ, തെറ്റിക്കരുത്. ഇത് ഫ്രണ്ടോ, വേറെ ബാക്കി അല്ല, അതിനൊന്നും വ്യത്യാസം അവിടെ ചേഞ്ച് ഇല്ല. ഒന്നും ചേഞ്ച് ഇല്ല. ഓൺലി ഇത് ഫ്രണ്ടിലേക്ക് വരും, ഇത് ഇപ്പുറത്തേക്ക് പോകും. കേട്ടോ, ഓർത്ത് നോക്കാം. അത് ഈ ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. നിങ്ങൾക്ക് 10 വരെ പഠിക്കാനുള്ളൂ. കേട്ടോ, ഓക്കെ, ക്ലിയർ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാണ്. കേട്ടോ, ഇപ്പൊ ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. കേട്ടോ, ഓർത്ത് നോക്കുക. സൂപ്പർ ആയിട്ട് പറഞ്ഞു. ക്ലാപ്പ് കൊടുത്ത്. അല്ല, ഫ്ലോ കണ്ടോ, ഇതിനു മുമ്പ് നോക്കിയേക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അത്രയും ഫ്ലോ കിട്ടുന്നത്. ഓക്കെ, ധൻവയം പറഞ്ഞു. Okay, then sigma 1s, sigma star 1s, sigma 2s, sigma star 2s, pi 2px equal to pi 2py, sigma pz, 2pz, then pi 2px, pi star 2px equal to pi star 2py, sigma star 2pz. സൂപ്പർ. കേട്ടോ, ഓർത്ത് നോക്കുക. ഓൺലൈനിൽ അവർ വാശി പിടിക്കുന്നു. അമൽ മോനെ വീഡിയോ ഓൺ ആക്കിയിട്ട് പറഞ്ഞേ. കേട്ടോ, ഓർത്ത് നോക്കുക. വീഡിയോ ഓൺ ആക്കണം കേട്ടോ. അമൽ ഓൺ ആക്കും. വേഗം ഒന്ന് പറഞ്ഞേ. കേട്ടോ, ഓർത്ത് നോക്കുക. അമല പറയാം. അമൽ. കേട്ടോ, ഓക്കെ. അമലാണ് പറയാം. കേട്ടോ, അമൽ കഴിഞ്ഞാൽ അർജുൻ പറയും. അത് കഴിഞ്ഞ് മുഹമ്മദ് ബസ്. വേഗം പറഞ്ഞു അമൽ. നല്ല ലൗഡ് വോയിസിൽ പറയട്ടെ ഇവർക്ക്. കേട്ടോ, ഓർത്തോ കിട്ടണം. കാരണം നമുക്ക് ഈ ടോപ്പിക് പഠിച്ചാൽ ഇതിന്റെ ക്വസ്റ്റൻസ് ചെയ്യണം. എപ്പോഴും അങ്ങനെയാ. കേട്ടോ, ഓർത്തോ നമ്മൾ ചാപ്റ്റർ എടുക്കുമ്പോൾ ആ ചാപ്റ്ററിൽ ഏകദേശം 4-5 ടോപ്പിക് ഉണ്ടാവുള്ളൂ എല്ലാ ചാപ്റ്ററിലും. ആ ടോപ്പിക് പഠിക്കുക, നേരെ അതിന്റെ ബാക്കിലെ ക്വസ്റ്റൻസ് പോവുക. അങ്ങനെ ആൾ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അഡ്വാൻസ് ക്വസ്റ്റൻസ് ആണ്. നിങ്ങൾ നോക്കി അറിയാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഇതുപോലത്തെ ബുക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടി, ഇയാൾ പറയാണ് ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, അപ്പൊ തന്നെ കോൺഫിഡൻസ് മാറ്റി തരും, അതിന്റെ മുകളിലുള്ള ക്വസ്റ്റൻസ് ഇട്ട് തരും. അങ്ങനെ കയറി പോണം. മനസ്സിലായി അല്ലെ? അങ്ങനെ കയറി പോവാ. അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും രസമായിട്ട് വരുന്നത്. കേട്ടോ, ഓക്കെ, ഞാൻ പറഞ്ഞു. Sigma 1s, sigma star 1s, sigma 2s, sigma star 2s, pi 2px equal to pi 2py, 2p sigma 2pz, pi star 2px equal to pi star 2py, sigma star 2pz. കേട്ടോ, ഓർത്ത് നോക്കാം. ഞാൻ അർജുൻ നല്ല ലൗഡ് വോയിസിൽ കേട്ടോ നമ്മൾ പറഞ്ഞ പോലെ നന്നായിട്ട് അങ്ങ് പറഞ്ഞു. ഓക്കെ, പറഞ്ഞോ. സ്റ്റക്കായി നിൽക്കുന്നു. സിഗ്മ 2pz കേട്ടോ. സൂപ്പർ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഓർത്തോ
കേട്ടോ, ഓർത്ത് നോക്കുക. റൈറ്റ് ആണ്. ദെൻ മുഹമ്മദ് ഫാഹിം കേട്ടോ, ഓർത്ത് നോക്കുക. ആ ക്യാമറ ഓൺ ആക്കി. ഓക്കെ, ഞാൻ പറഞ്ഞു കേട്ടോ മോനെ. സിഗ്മ 1s ഇപ്പൊ കേൾക്കാം മോനെ, പറഞ്ഞോ കേട്ടോ. പൈ ടു പി എക്സ് ഈക്വൽ ടു പൈ ടു പി വൈ, അത് കഴിഞ്ഞ് സിഗ്മ ടു പി സെഡ്, അത് കഴിഞ്ഞ എന്തോരം പൈ സ്റ്റാർ പൈ സ്റ്റാർ ടു പി എക്സ് ഈക്വൽ ടു പൈ സ്റ്റാർ ടു പി വൈ. ഡൗട്ട് ഉണ്ടോ? നോക്കിക്കോ, കുഴപ്പമില്ല കേട്ടോ, ഓർത്ത് നോക്കാം. പൈ സ്റ്റാർ ടു പി എക്സ് ഈക്വൽ ടു പൈ സ്റ്റാർ ടു പി വൈ, അത് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് വരും സിഗ്മ സ്റ്റാർ ടു പി സെഡ് കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെ? അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, ഓർത്ത് നോക്കാം. ഞാൻ ഇത് പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ ഇത് അന്ന് പറഞ്ഞതാണ്, നിങ്ങൾ എല്ലാം ഇതുപോലെ പറയിപ്പിച്ച വീണ്ടും എനിക്ക് നേരെ കണ്ടന്റ് എടുത്ത് പോയാൽ മതി. പക്ഷെ അതല്ല, ഇതിങ്ങനെ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രം പെർഫെക്ഷൻ ആവുള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. ഇന്ന് പറഞ്ഞു, ഇനി അടുത്ത ക്ലാസ്സുകളിൽ വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഇതെങ്ങനെ ചെയ്യും കേട്ടോ, ഓർത്ത് നോക്കാം. ഇൻഡിവിജ്വലി അല്ലെ ബോഡി ചെയ്യണം ഉണ്ടോ? ഓക്കെ, ഇയാൾ പറയണം ബോഡി ചെയ്യണം എന്ന് അവസരമൊക്കെ തരാം കേട്ടോ, ഓർത്ത് നോക്കാം. നമ്മൾ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? എങ്കില് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, എഴുതി വെച്ചേക്കാൻ നോക്കിയേ. ഏതൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? യൂസ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി ടു എക്സ്പ്ലെയിൻ വൈ Be2 molecule ഡസ് നോട്ട് എക്സിസ്റ്റ്. 4.35 കേട്ടോ, ഓർത്ത് നോക്കാം. 4.35 അന്ന് 5 ക്വസ്റ്റൻ ആണ് ഹോംവർക്ക് തന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്ന് എഴുതി വെച്ചേ. 4.35 ക്വസ്റ്റൻ നമ്പർ ഇപ്പൊ തന്നെ എഴുതിക്കോ എല്ലാവരും. 4.35 എഴുതാത്ത ആൾക്കാരാണെങ്കിൽ എല്ലാവരും എഴുതണോ, അല്ലെങ്കിൽ എന്നെ കാണിച്ചു തരണം. 4.35 ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 4.35. യൂസ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി ടു എക്സ്പ്ലെയിൻ വൈ ദി Be2 molecule ഡസ് നോട്ട് എക്സിസ്റ്റ് കേട്ടോ, ഓർത്ത് നോക്കുക. ബെർലിയം ആറ്റമിക് നമ്പർ എത്രയാണ്? ബെർലിയം പറഞ്ഞേ. ബെർലിയം ആണോ ചോദിച്ചേക്കുന്നത്? ബെർലിയം ആറ്റമിക് നമ്പർ 4 ആണ്. ആറ്റമിക് നമ്പർ എത്രയാ? 4. അപ്പൊ Be2 എത്രയാണോ ഇരിക്കും? 8 കേട്ടോ. ബെർലിയത്തിന്റെ ആറ്റമിക് നമ്പർ 4 ആണ്. 2 ബെർലിയം വരുമ്പോ എത്ര വരും? 8 ഇലക്ട്രോൺ. എത്ര വരുന്നേ? 8 ഇലക്ട്രോൺ. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എവിടെയും വരെ എഴുതും നിങ്ങൾ. അതില് ഇത് ഇവിടെ നിന്നിട്ട് ഒന്ന് ഫില്ല് ചെയ്യും. 8 വരെ കേട്ടോ, ഓർത്ത് നോക്കാം. 8 വരെ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഈ Be2 എന്റെ കോൺഫിഗറേഷൻ പറ, ഇതിൽ ഫില്ല് ചെയ്യും. എസിൽ 2 വെച്ചിട്ടാണ്. എങ്ങനെയായിരിക്കും? സിഗ്മ 1s2 പറഞ്ഞു. സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. എല്ലാവരും എഴുതണോട്ടോ, എന്റെ ഒപ്പം എഴുതി പോണേ, ഞാൻ ഇപ്പൊ മാച്ച് കളയും കേട്ടോ. ഓക്കെ കേട്ടോ, ഓർത്ത് നോക്കാം. ഹോംവർക്ക് എന്താണ്? കുറെ പേര് ചെയ്യാത്തതുണ്ട്. അപ്പൊ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ അങ്ങ് ചെയ്തു പോണം. ഇനി ഇതിന്റെ ബോണ്ട് ഓർഡർ പറ. ബോണ്ട് ഓർഡർ കേട്ടോ, ഇവിടെ തന്നെ എല്ലാവർക്കും തരും, എല്ലായിടത്തും ചോദിച്ചു വരും. ബോണ്ട് ഓർഡർ ബോണ്ട് ഓർഡർ ഈക്വൽ ടു നമ്പർ ഓഫ് എന്നാലും ഹാഫ് ഇൻറ്റു എന്ന് പറയാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബോണ്ടിങ് മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഡിവൈഡഡ് ബൈ 2, അല്ലെങ്കിൽ 1/2 ഇൻറ്റു NB മൈനസ് NA കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി നമ്പർ ഓഫ് ബോണ്ടിങ് എത്രയാണ്? അടുത്ത ആള് പറഞ്ഞു. ഇതിൽ ബോണ്ടിങ് ഇപ്പൊ എഴുതിയിരിക്കുന്നതിൽ ബോണ്ടിങ് എത്രയാണ്? എത്ര ഇലക്ട്രോൺ ഉണ്ട്? ശരിക്കും നോക്കുക. 2 ആണോ? സ്റ്റാർ ഇല്ലാത്തത് ഏതൊക്കെയാണ്? ഇത് കണ്ടോ, 1s2 സ്റ്റാർ ഇല്ല. പിന്നെന്താണ്? ഇത് സ്റ്റാർ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ 2 ഉണ്ട്. ഞാൻ എഴുതിയപ്പോ വിട്ടുപോയത് അല്ലെ, ഓർത്ത് നോക്കാം. ഇപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 4 ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. 4. അപ്പൊ 4 ആണ് ബോണ്ടിങ് ഇലക്ട്രോൺ. ആന്റി ബോണ്ടിങ് അടുത്ത ആൾ പറഞ്ഞു. ആന്റി ബോണ്ടിങ് എത്രയുണ്ട്? 4 അല്ലെ. ആന്റി ബോണ്ടിങ് 4. 4 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 0 കേട്ടോ, ഓർത്ത് നോക്കാം. 4 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 0 കേട്ടോ. ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ ബോണ്ട് ഇല്ല എന്നാണ്. ബോണ്ടിലേക്ക് Be2 ഉണ്ടാവോ? ഇല്ല, ഓർത്ത് നോക്കാം. അപ്പോ ഇതിന്റെ താഴെ എക്സ്പ്ലനേഷൻ എഴുതണം. ബോണ്ട് ഓർഡർ 0 മീൻസ് എന്താണ്? മോണോ ആറ്റമിക്. സോ Be2 ഡസ് നോട്ട് എക്സിസ്റ്റ്. അതാണ് ആൻസർ കേട്ടോ, ഓർത്ത് നോക്കാം. ബോണ്ട് ഓർഡർ 0 ബോണ്ട് ഓർഡർ 0 0 അങ്ങനെ എഴുതണം കേട്ടോ, വേർഡിൽ എഴുതണം. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇതിന്റെ താഴെ എക്സ്പ്ലനേഷൻ ആണ്. ബോണ്ട് ഓർഡർ 0 എന്തായിരിക്കും? കോമ
എന്തായിരിക്കും? molecule do not exist. Be2 molecule do not exist. It become monoatomic. അപ്പൊ എക്സിസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ ആയിരിക്കും? ഒന്ന് ബെർലിയോ ഉണ്ട്, അതുപോലെ നിയോൺ കണ്ടോ, നോബിൾ ഗ്യാസ് ആണ്, ഏറ്റവും അറ്റത്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും, എക്സിസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഓർത്ത് വെക്കുക, 0 വരും, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് 4.36 കേട്ടോ. 4.36 ഒന്ന് എഴുതി വെച്ചേ. 4.36. Compare the relative stability of the following species and indicate their magnetic properties. കേട്ടോ, ഓർത്ത് എഴുതി വെച്ചേ. Compare the relative stability. ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ. എല്ലാവരും എഴുതിയ ക്വസ്റ്റ്യൻ എഴുതിക്കോ. കമ്പയർ ക്വസ്റ്റ്യൻ എഴുതിക്കോ കേട്ടോ, ഓർത്ത് നോക്കാം, അല്ലെങ്കിൽ പിന്നീട് ക്വസ്റ്റ്യൻ നോക്കാൻ നിൽക്കണം കേട്ടോ. വലിയ ക്വസ്റ്റ്യൻ ആണ്, അത് എഴുതണം. Compare the relative stability of the following species and indicate their magnetic properties. അന്ന് നമ്മൾ ചെയ്തതാണ്, വീണ്ടും ഞാൻ എഴുതിപ്പിച്ചതാ, നിങ്ങളൊന്ന് എഴുതി പഠിക്കാൻ വേണ്ടിട്ടാ. അന്ന് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണത്. Compare the relative stability of the following species and indicate their magnetic properties. ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ, എല്ലാവരും എഴുതണം ക്വസ്റ്റ്യൻ. Compare the relative stability of the following species and indicate their magnetic properties. എന്തൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞു തന്നെ. ക്വസ്റ്റ്യൻ ഏതായിരുന്നു? O2, പിന്നെ ഏതായിരുന്നു? O2 പ്ലസ്, പിന്നെ എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞു? O2 മൈനസ്, പറഞ്ഞുകൂടിയില്ലേ? O2 2 മൈനസ് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ ഇതാണ് നമുക്ക് വന്നേക്കുന്നത്. ഇതിന്റെ റിലേറ്റീവ് സ്റ്റെബിലിറ്റി പറയണം. ഓക്സിജൻ ആണ്, ഓക്സിജൻ ആകുമ്പോൾ ഇവിടെ നിന്ന് ഫ്ലിപ്പ് ആവും അല്ലെ, ഇത് മാറി ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോൺഫിഗറേഷൻ അല്ലെ, നമുക്ക് ആൻസർ എഴുതി പോവാം. നിങ്ങൾ പഠിച്ചതാണ് അതിൽ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഓരോന്നിന്റെ എഴുതി വളരെ ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് പോകണം കേട്ടോ, ഓർത്ത് നോക്കാം. നോക്കിയേ, ഒരു ഓക്സിജൻ എത്ര ആറ്റം ആണ് O2 എന്ന് പറയുമ്പോൾ? എഴുതുന്ന രീതിയൊക്കെ നോക്കണം കേട്ടോ. O2 ഒരു ആറ്റമിക് നമ്പർ, ഓക്സിജൻ എത്രയാ? 8. അപ്പൊ 2 ഓക്സിജൻ ആവുമ്പോ എത്രയാവും? 16. 2 ഓക്സിജൻ ആവുമ്പോ 16. അപ്പൊ ഇവിടെ എഴുതണം, എങ്ങനെ എഴുതണം? 16 ഇലക്ട്രോൺ. നിങ്ങൾക്ക് മനസ്സിലാവാനാണ്, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. നമ്മൾക്ക് എപ്പോഴും എഴുതുമ്പോ നമ്മൾ അതിന്റെ മെത്തേഡ് കേട്ടോ, മെത്തേഡ് കറക്റ്റ് ആയിരിക്കണം. O2 16 ഇലക്ട്രോൺ ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. O2 16 കേട്ടോ. ഓക്കെ, ദെൻ O2 16 ആകുമ്പോ എങ്ങനെയായിരിക്കും ഫില്ല് ചെയ്യുന്നത്? ഇവിടെ σ1s2, പിന്നെ എന്ത് വരും പറയും? അടുത്ത പറഞ്ഞു. സിഗ്മ സ്റ്റാർ 1s2 പറഞ്ഞു. സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പിന്നെന്ത് വരും? പൈ ആയിരിക്കോ സിഗ്മ ആയിരിക്കോ? കണ്ടോ, ഓക്സിജൻ എത്തുമ്പോ ഫ്ലിപ്പ് ആവും അല്ലെ. അപ്പൊ എന്ത് വരും? സിഗ്മ 2pz2. ഇനി എന്ത് വരും? പൈ 2px ഈക്വൽ ടു പൈ 2py2 വരുമോ? നോക്കിയേ, ഇപ്പൊ എത്രയും നോക്കിയേ, ടോട്ടൽ എത്രയായി നോക്കിയേ. ബൈക്ക് വരരുത് കേട്ടോ. ഓക്കെ, എത്രയായി? 14 അല്ലേ? 14 ആണ് നമുക്ക് വേണ്ടത്, 16 അല്ലേ? അപ്പൊ പറഞ്ഞ ആള് തന്നെ പറഞ്ഞോ. ഇനി എന്ത് ചെയ്യണം അല്ലെ? ഇവിടെ 2 + 2 4 + 2 6 10. ഇനി എന്ത് ചെയ്യും? ഇവിടെ വരെ അല്ലേ? ഇനിയുണ്ടല്ലോ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. സ്റ്റാർ ആണ് അല്ലെ, ഇവിടെ ഒരു സ്റ്റാർ കൊടുക്കണം, ഇവിടെ സ്റ്റാർ കൊടുത്തു. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ആകെ 2 ഉള്ളൂ. അപ്പൊ 2 വരുമ്പോ ഇവിടെ 1, ഇവിടെയും 1 കണ്ടോ, ഓർത്ത് നോക്കുക. 2 ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം, കാരണം ഈക്വൽ ആണ് അല്ലെ, 2 പേര് ഈക്വൽ ആണ്. ഇതാണ് എന്തിന്റെ ആൻസർ? O2ന്റെ ആൻസർ, O2. ഇനി ഇതിന്റെ ബോണ്ട് ഓർഡർ പറയണം. ബോണ്ട് ഓർഡർ എത്രയായിരുന്നു? ബോണ്ട് ഓർഡർ അടുത്ത ആള് പറഞ്ഞു, ഇവിടെ പറഞ്ഞു. ഷാമേ പറഞ്ഞേ ബോണ്ട് ഓർഡർ. വേം പറ. നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ, സ്റ്റാർ ഇല്ലാത്തത്. ബോണ്ടിങ് മീൻസ് നമ്പർ ഓഫ് ബോണ്ടിങ് മൈനസ് നമ്പർ ഓഫ് ആന്റി ബോണ്ടിങ് ഡിവൈഡഡ് ബൈ 2. നമ്പർ ഓഫ് ബോണ്ടിങ് സ്റ്റാർ ഇല്ലാത്തത് ഇതിൽ കൗണ്ട് ചെയ്യ്. ഇവിടെ 2 കേട്ടോ, ഓർത്ത് നോക്കുക. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നോക്കുക.
ആ എത്രയാ 10 മൈനസ് ശരിക്കും നോക്ക് 10 minus 8. 8 ആണോ? 10 മൈനസ് 6 ബൈ 2 കണ്ടോ സ്റ്റാർ ഉള്ളത് നോക്കിയേ. ആരെങ്കിലും ഡൗട്ട് ഉള്ള ആൾക്കാർ ആന്റി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഉള്ളത് 2 + 2 4 അല്ലെ. അത് കഴിഞ്ഞ് ഇവിടെ 1 + 1 കണ്ടോ ഓർത്ത് വെക്കാം. അപ്പൊ 6 വരും. 10 മൈനസ് 6 ബൈ 2 എത്ര കിട്ടി? 2. ബോണ്ട് ഓർഡർ 2 കേട്ടോ. എല്ലാവരും എടുത്ത് എഴുതണം കേട്ടോ, വേഗം വേഗം എഴുതാം. അപ്പോ ഇവിടെ നിങ്ങൾക്ക് O2 ബോണ്ട് ഓർഡർ എത്രയാ? 2 കണ്ടോ. O2ന്റെ താഴെ ഞാൻ ബോണ്ട് ഓർഡർ ബി എഴുതാണ്, ബോണ്ട് ഓർഡർ 2. ഇനി O2 പ്ലസ് എന്ന് പറഞ്ഞാൽ അടുത്ത എഴുത O2 പ്ലസ്. ഇത് വേഗം എഴുതുക കേട്ടോ, ഇവിടം വരെ O2 എഴുതി. O2 പ്ലസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തില്ലേ, മുമ്പത്തെ ക്ലാസ്സിൽ. അത് വീണ്ടും ഒന്ന് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. ആ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല O2 എന്ന് പറയുമ്പോ എന്താ? രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തത് അല്ലെ. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 16. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ എന്ത് വരും? O2 പ്ലസ് കേട്ടോ, ഓർത്ത് വെക്കാം. O2 പ്ലസ്. അപ്പൊ 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യും. അപ്പോ 1 ഇലക്ട്രോൺ അല്ലെ O2 പ്ലസ് എന്ന് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. ഇവിടെ വരെ എഴുതിയില്ലേ എല്ലാവരും? ഓക്കെ. അപ്പൊ O2 പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോ എന്താ? 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യും. അപ്പൊ എന്ത് വരും? 15 ഇലക്ട്രോൺ അല്ലെ. അപ്പൊ എവിടെന്നാ പോകുന്നേ? ഇത് എവിടെ നോക്കിയേ, ഇവിടുന്ന് ഇലക്ട്രോൺ പോകും. ഇത് ഇവിടെ വരെ എഴുതിയാൽ മതി. നോക്കാം. ഈക്വൽ ആവില്ല, ഒരാൾക്ക് കിട്ടും. രണ്ടുപേരുണ്ട്, ഒരു മിഠായി ഉള്ളൂ, എന്ത് ചെയ്യും? ഞാൻ ഒരാൾക്ക് കൊടുക്കും അല്ലെ. ഓർത്ത് നോക്കാം. 2 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? 2 പേർക്ക് കൊടുക്കും. അതുപോലെ കേട്ടോ, ഓർത്ത് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോ എന്ത് ചെയ്യാണ് അല്ലെ, ഓർത്ത് നോക്കാം. ഇനി 3 വന്നാൽ എന്ത് വരും? ഒരാൾക്ക് ഇവിടെ കൊടുക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ വരും. അപ്പോ ആ രീതിയിൽ ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് നമ്മൾ ഇതിനു മുമ്പ് എഴുതിയതാണ്, വീണ്ടും റിപ്പീറ്റേഷൻ. അത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ, ഓർത്ത് നോക്കാം. നോട്ടിൽ നോക്കണം. ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ നമ്മൾ എഴുതിയതാണ്, നിങ്ങൾക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ O2 പ്ലസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കേട്ടോ? വൈകി വന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അത് എന്താ അതുപോലെ തന്നെ മോനം കേട്ടോ, ഞങ്ങൾ ഇത് പറയിപ്പിച്ചു ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തു പോകുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ കാര്യമില്ല, കണ്ടന്റ് അപ്പൊ എത്ര കിട്ടും? ഇവിടെ നോക്കിയേ, ഇവിടെ 1 ഉള്ളൂ. അപ്പൊ 10 മൈനസ് 5 വരും. 10 മൈനസ് 5 ബൈ 2 എത്ര കിട്ടും? 2.5 കേട്ടോ, ഓർത്ത് നോക്കാം. ആൻസർ 2.5. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കില് ഏതായിരുന്നു ആ നമ്പർ എന്ന് പറഞ്ഞേ? 4.36 കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. എക്സസൈസ് ക്വസ്റ്റ്യൻ 4.36 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് റിപ്പീറ്റ് ചെയ്താണ്, ഇതിനു മുമ്പ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് O2 2 ആണ്. O2 പ്ലസ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 2.5. O2 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2.5. ഓക്കെ അല്ലേ? ചോദിച്ചോ. അതല്ല, ഈക്വൽ ആണ് അവരുടെ എനർജി. അപ്പോൾ ഇലക്ട്രോൺസുകൾ ഉണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് കൊടുക്കണം. ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ എവിടെ വരെ ഫിൽ ചെയ്ത് എനർജിയുടെ ഓർഡർ അല്ലേ മോനെ. അപ്പൊ എനർജിയിൽ ആരാണ് ഹൈസ്റ്റ് ഫിൽ ചെയ്ത് ഇവിടെ ഫിൽ ചെയ്തിട്ട് ഇപ്പുറത്ത് ഫിൽ ചെയ്യുള്ളൂ. ഉണ്ടോ, ഓർത്ത് നോക്കാം. ഓർത്ത് നോക്കാം. ആകെ 1 ഉണ്ടെങ്കിൽ നമുക്ക് ഹാഫ് വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ഇലക്ട്രോൺ അല്ലേ, ഒരെണ്ണം അല്ലേ. ഓർത്ത് നോക്കാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇപ്പൊ എന്റെ ഒരു ടീം ഉണ്ട് അല്ലെ, ഓർത്ത് നോക്കാം. ഇയാൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, തന്നെ മുറിച്ചെടുത്ത് എനിക്ക് എന്റെ ടീമിലേക്ക് എടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? പോസിബിൾ അല്ല അല്ലെ, ഓർത്ത് നോക്കാൻ സംഭവിക്കുമോ? ഇല്ല. അതുപോലെയാണ് ആക്ച്വലി. അപ്പൊ 1 ഉണ്ടെങ്കിൽ ഇവിടെ ഫിൽ ആവും. 2 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഫിൽ ആവോ? ഇല്ല, ഇവിടെ കൊടുക്കും. ഉണ്ടോ, ഓർത്ത് നോക്കാം. അതാണ് ഈക്വൽ എന്ന് കൊടുക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. നമ്മൾ ബോക്സ് ഒക്കെ വരച്ച് അന്ന് കാണിച്ചതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. നമ്മൾ ഇത് മുഴുവനും അന്ന് ബോക്സ് വരച്ച് കാണിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇങ്ങനെ മുകളിലേക്ക് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞ O2 മൈനസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ്ട്രാ 1 ഇലക്ട്രോൺ കേട്ടോ. അപ്പൊ O2 എന്ന് പറഞ്ഞാൽ 16 ഇലക്ട്രോൺ ആണ്. O2 16 ഇലക്ട്രോൺ ആണ്. O2 മൈനസ്, ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന O2 മൈനസ് ആണ്. O2 മൈനസ് എന്ന് പറയുമ്പോ നമ്മൾ ശ്രദ്ധിക്കുക, 16 ഇലക്ട്രോൺ ആണ് O2. അപ്പൊ O2 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഇലക്ട്രോൺ വരും. അപ്പൊ ഈ മൈനസ് കൊടുക്കുമ്പോൾ ഞാൻ 16 മാറ്റി ഇവിടെ എന്താക്കും? 17 വരുമ്പോ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ നിന്ന് ഇങ്ങനെ ഫിൽ ആകുമ്പോ ഇവിടെ എത്ര വരും? ഇവിടെ ആദ്യം 1 വെച്ച് ഫിൽ ആകും. അത് കഴിഞ്ഞ് ഇവിടെ 2 വരും കേട്ടോ, ഓർത്ത് നോക്കാം. അതെ, ഇവിടെ 2 ആകും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ബോണ്ട് ഓർഡറിൽ എന്ത് ചേഞ്ച് വരും? 10 മൈനസ് 7 ബൈ 2 ഓർത്ത് നോക്കാം. ആൻസർ എത്രയാ? 1.5.
ആണ് ആൻസർ കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ O2 2 മൈനസ്, അടുത്ത് O2 2 മൈനസ് ആണ് കേട്ടോ, ഇത് വേഗം എഴുതുക കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ 18 electron. അപ്പൊ എത്രയായിരിക്കും ബോണ്ട് ഓർഡർ? 1 അല്ലെ, ഓർത്ത് നോക്കാം. ഇവിടം വരെ എഴുതിയ എല്ലാവരും ഓക്കെ. നെക്സ്റ്റ് O2 2 മൈനസ് ആണ് ആക്ച്വലി ചെയ്യാൻ പോകുന്നത്. O2 2 മൈനസ്, അടുത്ത് O2 2 മൈനസ് എന്ന് പറയുമ്പോൾ 1 മോർ എക്സ്ട്രാ ഇലക്ട്രോൺ കൂടി വരികയാണ്. അപ്പോൾ അത് 17 മാറി 18 ഇലക്ട്രോൺ ആവും. 17 മാറി എത്രയാവും? 18 ഇലക്ട്രോൺ. 18 ഇലക്ട്രോൺ വരുമ്പോ എവിടെയാ ചേഞ്ച് വരിക? കണ്ടോ, ഓർത്ത് നോക്കുക. ഇവിടെ എന്താവും? 2 ആവും. ഇത് ഇവിടെ 2 ആവും. ഇവിടെ എത്രയാവും? 10 മൈനസ് 8, 1 മോർ ഇലക്ട്രോൺ കൂടി ഇവിടെ കൂടുമ്പോൾ ആന്റി ബോണ്ടുകൾ കൂടും. അപ്പൊ ബോണ്ട് ഓർഡർ 1 വരും. ബോണ്ട് ഓർഡർ 1 കേട്ടോ, ഓർത്ത് നോക്കാം. ബോണ്ട് ഓർഡർ 1. അപ്പൊ നേരത്തെ O2 എന്ന് പറയുമ്പോൾ 1.5, O2 2 മൈനസ് എന്ന് പറയുമ്പോൾ 1. സാർ ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിൽ അവിടെ സൂപ്പർ ഓക്സൈഡ് അതിന്റെ പേരാണത് കേട്ടോ, ഓർത്ത് നോക്കാം. കേട്ടോ, ഓർത്ത് നോക്കാം. O2 മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണത്? പെറോക്സൈഡ്. O2 2 മൈനസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഓക്സൈഡ്. പെറോക്സൈഡ് ഇതിനു മുമ്പ് എവിടെയാണ് പഠിച്ചത്? ഒരു ലോയിലുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ലോ ഉണ്ട്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. H2 പ്ലസ് O2 ഗീസ് H2O. സെക്കൻഡ് എന്തായിരുന്നു? H2 പ്ലസ് O2 ഗീസ് H2O2. ഉണ്ടോ? H2O2. H2O2 വരുമ്പോൾ ഓക്സിജന്റെ ചാർജ് വരുന്നത് O2 മൈനസ് ആണ്. കണ്ടോ, ഓർത്ത് നോക്കുക. O2 മൈനസ് ആണ്. അപ്പോൾ ഓർത്ത് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ഉള്ളതാണ് സൂപ്പർ ഓക്സൈഡ് എന്ന് പറയും, KO2. അങ്ങനെ വരുമ്പോ അതില് ഇതുപോലെ 2 മൈനസിലേക്കൊക്കെ നിൽക്കും കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി പറയുന്നതിന്റെ ആൻസർ എന്താണ്? അവർ ചോദിച്ചേക്കുന്നത് എന്തായിരുന്നു? ആ ക്വസ്റ്റ്യനിലൊന്ന് വായിച്ചേ, ഉറക്കനെ വായിച്ചേ. കമ്പയർ ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി ഡാഷ് ആയിട്ട് റിലേറ്റഡ് ആണ്. ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി അല്ല, ഓൾസോ ഇൻക്രീസസ്. ഒന്ന് പറഞ്ഞേ, ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. എഴുതുക, സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ബോണ്ട് ഓർഡർ ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. അങ്ങനെ വരുമ്പോ നമുക്ക് ഏത് ഓർഡറിൽ വരും അതാണ് നോക്കണ്ടേ അല്ലേ? ഏറ്റവും ഹയസ്റ്റ് സ്റ്റേബിൾ ഏതായിരിക്കും? O2 പ്ലസ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പില് O2 പ്ലസ്, അതാണ് ഹയർ സ്റ്റെബിലിറ്റി. അത് കഴിഞ്ഞാൽ O2, അത് കഴിഞ്ഞാൽ എന്ത് വരും? O2 മൈനസ്, അത് കഴിഞ്ഞാൽ O2 എന്ത് വരും? 2 മൈനസ് കേട്ടോ, ഓർത്ത് നോക്കാം. സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറഞ്ഞത് ഇതാണ് ഫൈനൽ ആൻസർ. റീസൺ ഒക്കെ എഴുതി അല്ലെ, ഓർത്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിന്റെ കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരിക്കും മാഗ്നറ്റിക് പ്രോപ്പർട്ടി? ഇത് എവിടെ നോക്കിയേ, ഇത് 2 വന്നാൽ എന്തായിരിക്കും? അത് ഡയാമാഗ്നറ്റിക്. 1 എവിടെയെങ്കിലും വന്നാൽ, ഇവിടെ ഇതിൽ 1 വന്നാൽ പാരാമാഗ്നറ്റിക്. 1 വന്നാൽ എന്തായിരിക്കും? പാരാ. 1 എന്ന് പറഞ്ഞാൽ എന്താ? അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് വരുമ്പോൾ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക്. അപ്പൊ ഓരോന്നിന്റെ എഴുതി നോക്കിയേ. നിങ്ങൾ O2 വരക്കുമ്പോൾ എന്ത് വരും? ലാസ്റ്റ് വരും നോക്കിയേ, π2px1. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, O2ന്റെ നേരെ പാരാമാഗ്നറ്റിക്. O2 പ്ലസ് എന്ത് തന്നെയാണ്? പാരാമാഗ്നറ്റിക്. O2 മൈനസ് എന്താണ്? പാരാമാഗ്നറ്റിക്. O2 2 മൈനസ് എന്താണ്? ഡയാമാഗ്നറ്റിക്. അപ്പൊ ഒരെണ്ണം മാത്രം ഡയാ, ബാക്കി 3ഉം പാരാമാഗ്നറ്റിക്. അതും കൂടി എഴുതി വെക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. എന്നിട്ട് പാര എന്താന്ന് എഴുതണം? എന്താണ്? അൺപെയ്ഡ് ഇലക്ട്രോൺ. പാരാ ഹൈഫൺ അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ എ മോളിക്കുലർ ഓർബിറ്റൽ. പാരാമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക് എന്താ? പെയ്ഡ് ഇലക്ട്രോൺ കേട്ടോ. പെയ്ഡ് ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി പെയർ ആയിരിക്കണം കേട്ടോ. ഇത് മാത്രമേ പെയർ ആയിട്ടുള്ളൂ. 2 അങ്ങനെ വന്നിട്ടുണ്ട്. 1 വന്നാൽ O2 അല്ലോ. O2ന്റെ കോൺഫിഗറേഷൻ എന്തായിരുന്നു നോക്കിയേ. π2p π*2px1 =
പൈ സ്റ്റാർ 2p/1 ഉണ്ടോ ഓർത്തോക്കെ 2 1 പാരമാഗ്നറ്റിന്റെ ഡെഫിനിഷൻ എന്താ അൺപെയർഡ് ഇലക്ട്രോൺ ആ മോളിക്കുലർ ഓർബിറ്റൽ. ഡയമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പെയർഡ് ഇലക്ട്രോൺ കേട്ടോ ഓർത്ത് നോക്കുക പെയർഡ് ഇലക്ട്രോണിനെ മോളിക്കുലർ ഓർബിറ്റൽ. ശ്രദ്ധിക്കുക ഈ ക്വസ്റ്റൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന വീട്ടിൽ പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. നിങ്ങൾക്ക് ഇത് ഇത്രയും എക്സ്പ്ലനേഷൻ ഒക്കെ ഒന്നും ഇല്ല, എക്സാം ആണ് ആകെ ഒരു 10 അല്ലെ ഒരു 5 minutes കൊണ്ടൊക്കെ ഈ ക്വസ്റ്റൻസ് എഴുതണം. അപ്പൊ അത്രയും സ്പീഡിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് 2 or 3 പ്രാവശ്യം ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കാം കേട്ടോ ഓർത്ത് നോക്കുക. ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ടഫ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഈ ഒരു ടോപ്പിക്കാണ്, ഈ ഒരു ക്വസ്റ്റൻ ആണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ലാസ്റ്റ് ദിവസം കൊണ്ടുവന്നിട്ട് ഇത് സ്റ്റാർ ഒക്കെ അങ്ങോട്ട് കിടക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ഓർത്ത് നോക്കാം. നെക്സ്റ്റ് ഇതില് 4.32 ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എ സിഗ്മ ആൻഡ് പൈ ബോണ്ട് ഒന്ന് പറഞ്ഞേ. 4.32 ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എ സിഗ്മ ആൻഡ് പൈ ബോണ്ട്. എന്തായിരിക്കും സിഗ്മ ബോണ്ടും പൈ ബോണ്ടും? ആ എന്തുകൊണ്ട് സിഗ്മയും പൈ ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആദ്യം ഡെഫിനിഷൻ പറ. അതുമാണ് ആദ്യം പറയേണ്ടത് കേട്ടോ. പൈ ബോണ്ട് സിഗ്മ ബോണ്ട് എന്താണ്? ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്. സിഗ്മ ബോണ്ട് ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്. പൈ ബോണ്ട് എന്താണ്? പാരലൽ ഓർ പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ് ഓഫ് പി ഓർബിറ്റൽ. പി ഓർബിറ്റൽ. സിഗ്മ ബോണ്ട് ഏതൊക്കെ വരുന്നുണ്ട്? എസ് പി, എസ് എസ്, എസ് പി, പി പി. 3 എണ്ണം ഏതൊക്കെയാ? എസും എസും പിന്നെന്താണ്? എസും പിയും പിന്നെന്ത് വരും? പിയും പിയും കേട്ടോ ഓർത്ത് നോക്കാം. ആ പിക്ചറൊക്കെ വരച്ചു നോക്കണം. ഇത് ചോദിച്ചു കഴിയുമ്പോ നിങ്ങൾ പിക്ചർ വരക്കണം. ഇത് നോക്കിയേ എസ് എസ് കണ്ടോ ഓർത്ത് നോക്കാം. എസ് പി, എസ് പി എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ വരും കണ്ടോ ഓർത്ത് നോക്കാം. പി പി, പി പി എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ പി ഓർബിറ്റൽസ് അല്ലെ 2 പി ഓർബിറ്റൽസ് ജോയിൻ ചെയ്യുന്ന രീതിയിൽ വരും കണ്ടോ ഓർത്ത് നോക്കാം. ഇനി പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? ഇത് കണ്ടോ പൈ ബോണ്ട് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ഓവർലാപ്പിംഗ് ഓഫ് പി ഓർബിറ്റൽ. അപ്പൊ അത് ക്ലിയർ ചെയ്യുക. ഇനി ഏത് ബോണ്ടാണ് സ്ട്രോങ്? സിഗ്മ ബോണ്ട്. എന്തുകൊണ്ടാണ്? വാട്ട് ഇസ് ദ റീസൺ? എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് ഹയർ ഇൻ സിഗ്മ ബോണ്ട്. എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് അല്ലെ കൂടുതൽ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് എന്തിലായിരുന്നു? സിഗ്മ ബോണ്ട് കേട്ടോ ഓർത്ത് നോക്കാം. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകണം കേട്ടോ ഓർത്ത് നോക്കാം. ഇനി നെക്സ്റ്റ് 4.26 4.26 നമ്പർ എഴുതി കേട്ടോ. ഞാൻ ചോദിക്കും ക്വസ്റ്റ്യൻ നമ്പർ എഴുതി വെച്ചാൽ 4.26 4.26 ക്വസ്റ്റ്യൻ വായിക്കാം. ഈസ് ദെയർ എനി ചേഞ്ച് ഇൻ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് ബോറോൺ ആൻഡ് നൈട്രജൻ ആറ്റം ആസ് എ റിസൾട്ട് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ? കേട്ടോ ഓർത്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്നറിയോ? ഹൈബ്രിഡൈസേഷന്റെ ആണ്. ഈ ചാപ്റ്ററിലാണ് ഹൈബ്രിഡൈസേഷന്റെ അല്ലെ ഓർത്ത് നോക്കുക ടോപ്പിക് വരുന്നത് അല്ലെ ഈ ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്ററിലെ ഹൈബ്രിഡൈസേഷന്റെ ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത്. BF3 പ്ലസ് NH3 gives എന്തൊക്കെ വന്നു നോക്കിയേ? F3BNH3 F3BNH3 ഓർത്ത് നോക്കാം. ഡോട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇടണ്ട. F3BNH3 ഇതിന് മീനിങ് എന്താണ്? അതാണ് ആദ്യം ഓർത്ത് വെക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക. BF3 എന്തായിരുന്നു ഹൈബ്രിഡൈസേഷൻ പറഞ്ഞേ? അപ്പൊ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഹൈബ്രിഡൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞേ? SP, SP2, SP3, SP3D, SP3D2 അത്രയല്ലേ പഠിപ്പിച്ചുള്ളൂ. SP3D3 കൂടി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. IF7 ഓർത്ത് നോക്കാം. എല്ലാവരും കൊണ്ട് ഞാനിപ്പോ പറയിപ്പിക്കും കേട്ടോ ഓർത്ത് നോക്കാം. വിത്ത് എക്സാമ്പിൾ അന്ന് ഓർമ്മയുണ്ടോ പറഞ്ഞത്? ലോൺ പെയർ ഓൺലി, ബോണ്ട് പെയർ ഓൺലി എന്നൊക്കെ പറഞ്ഞത് ഇത് ബോണ്ട് പെയർ ഓൺലിയുടെ ആണ്. ഓർത്ത് നോക്കാം. ഉണ്ടായോ ഇല്ലയോ എന്ന് എനിക്കറിയണ്ട. ഇനി എല്ലാവരും കൊണ്ട് അത് പറയിപ്പിക്കാം. ഓർത്ത് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്തായിരുന്നു? ഫസ്റ്റ് എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? BeF2 അല്ലെങ്കിൽ BeCl2. സെക്കൻഡ് എക്സാമ്പിൾ BF3 അല്ലെ അല്ലെങ്കിൽ BCl3 കേട്ടോ. ഫ്ലൂറിൻ ക്ലോറിൻ ഒക്കെ സെയിം ആണ്. അടുത്തെന്തായിരുന്നു? CH4. അടുത്തെന്തായിരുന്നു? പറയേ. PCl5. അടുത്തെന്തായിരുന്നു? SF6. ഇത് കാണാതെ പഠിക്കില്ല, അതിന്റെ ലോജിക്ക് മനസ്സിലാക്കാം. ഇതാണ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം ഇതെന്താണ് ആക്ച്വലി അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് അല്ലെ ഓർത്ത് നോക്കാം. ആ സെൻട്രൽ ആറ്റത്തില് ഇതിൽ ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. ബെർലിയം. ബെർലിയത്തിന്റെ അടുത്തേക്ക് എത്ര ഫ്ലൂറിനാ വന്നേക്കുന്നത്? അല്ലെങ്കിൽ 2 ഫ്ലൂറിൻ. അപ്പൊ എങ്ങനെയാ ഹൈബ്രിഡൈസേഷൻ പറയുന്നത്? 2 ഫ്ലൂറിൻ അല്ലേ? SP അത്രേ ഉള്ളൂ. SP. അപ്പൊ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? SP.
ഇതുപോലെ രണ്ടെണ്ണം വരുന്ന ഏത് കോമ്പൗണ്ടും എനിക്ക് ഉണ്ടാക്കാം. മനസ്സിലായി? അല്ലാതെ ഇത് നോക്കിയല്ല. അപ്പൊ നമുക്ക് ഓർത്ത് നോക്കാം, 2 ബോണ്ട് പെയർ ഓൺലി വരുന്ന എവിടെയും നമുക്ക് എന്ത് ഹൈബ്രിഡൈസേഷൻ പറയാം? SP. 2 ബോണ്ട് പെയർ മാത്രം ഉള്ളെങ്കിൽ അതിനെന്ത് പറയും? SP. ഇനി നോക്കുക, BF3 കണ്ടോ, 3 ഇങ്ങനെ വെച്ച് പഠിക്കുക. ഒരു S 2 P. കാരണം എന്താ? എസിന് ഒരു ബോക്സ് ഉള്ളൂ, അതുകൊണ്ട് S 5-6 ഒന്നും ഉണ്ടാവില്ല. എത്ര Pക്ക് എത്ര ബോക്സ് മാക്സിമം വരും? 3. Dക്ക് എത്ര വരും? 5. അപ്പോ ഒരു എസും 2 Pയും ഉണ്ടോ? ഓർത്ത് നോക്കുക, SP2 ഹൈബ്രിഡൈസേഷൻ ഇതിന്റെ SP2. അടുത്ത എന്തായിരിക്കും? 4 ഉണ്ട്. 4 വന്ന ഒരു S 3 P SP3. ഇനി നോക്കുക, PCl5 എന്തായിരുന്നു? SP3D. എന്തുകൊണ്ടാ? 5 ഉണ്ട് അല്ലേ? ഓർത്ത് നോക്കുക, അത് കണ്ടോ, ഇത് ഫോസ്ഫറസ് ആണ്, അതില് 5 ക്ലോറിൻ വരുന്നു. അപ്പൊ അതിനുള്ള ഒക്യുപ്പേഷൻ ആണത് അല്ലെ? ഒക്യുപ്പേഷൻ അതുപോലെ ഒക്യുപ്പൈ ചെയ്യാണ് ആക്ച്വലി. അപ്പൊ SP3D. ഇനി ഓർത്ത് നോക്കുക, SF6 എന്തായിരുന്നു? SP3D2. SP3D2 ഉണ്ടോ? 5 കേട്ടോ. ഓർത്ത് നോക്കുക, ഒരു മാരേജ് ഫംഗ്ഷൻ ആണ്. ഇയാളുടെ കസിൻ 5 പേര് വരികയാണ് അല്ലെ? ഓർത്ത് നോക്കുക, 5 പേര് കസിൻസ് വരികയാണ്. അപ്പൊ അവർക്ക് 5 പേർക്ക് ഒരു പ്ലേസ് കൊടുക്കണ്ടേ? 5 റൂം ഉണ്ടെന്ന് കരുതുക അല്ലെ നമ്മള്. അപ്പൊ ഓരോരുത്തർ വരുന്നതനുസരിച്ചല്ലേ റൂം കൊടുക്കുക. അല്ലാതെ ഇയാളുടെ അടുത്ത് പറയണം 5 റൂമിൽ കിടക്കാൻ പറ്റുമോ? അപ്പൊ ഒക്യുപ്പേഷൻ ആണിത് കണ്ടോ. 1 2 3 4 5. അതിൽ പേഴ്സ് ആണ്. ഒരു ബോക്സിൽ എത്ര എണ്ണം വരും? 2 ഇലക്ട്രോൺസ് കണ്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ SF6 എന്ന് പറയുമ്പോ ഫ്ലൂറിന്റെ എത്ര ഇലക്ട്രോൺസ് അവിടെ വരും? അല്ലെ, 2 ഇലക്ട്രോൺസ്. അതുകൊണ്ടാണ് നമ്മൾ വരച്ചിട്ടുണ്ട് ഫോർമേഷൻ. ഓർമ്മയുണ്ടോ? ഫോർമേഷൻ. അപ്പൊ ഇവിടെ വരെ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ഞാൻ ഒരെണ്ണം കൂടി എടുത്തെഴുതി തന്നിട്ടുണ്ട്, ചില സ്കൂളുകളിൽ എടുക്കാം. ഏതായിരുന്നു? IF7 എന്തായിരുന്നു അത്? SP3D2 സ്കൂളുകളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഓർത്തുക. D3 ഇതിന്റെ ഷേപ്പും നിങ്ങൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? പെന്റഗണൽ ബൈപിരമിഡ്. ഇതിന്റെ ഷേപ്പ് എന്തായിരുന്നു? ലീനിയർ. ഇതെന്തായിരുന്നു? ട്രയഗണൽ പ്ലാനർ. ഇതെന്തായിരുന്നു? ടെട്രാഹൈഡ്രൽ. എല്ലാവരും കൊണ്ട് പറയിപ്പിക്കോട്ടോ. ഇവിടെ ഓർത്ത് നോക്കുക, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരും ഓർത്ത് നോക്കുക കേട്ടോ. ഓർത്ത് നോക്കുക, 2 പേര് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും കൊണ്ടൊന്നും മറ്റേത് പറയിപ്പിച്ചതാണ്. PCl5 എന്തായിരുന്നു? ട്രയഗണൽ ബൈപിരമിഡ്. Then SP3D2 ഒക്ടാഹൈഡ്രൽ. ഇതെന്തായിരുന്നു? പെന്റഗണൽ ബൈപിരമിഡ്. ഇനി പറയൂ, BF3 എന്ത് ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു? SP2. ഇനി ഇവരുടെ ചോദ്യം ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. എന്റെ ക്വസ്റ്റ്യൻ നല്ല ഭംഗിയിലാണ്. ബോറോൺ ആൻഡ് നൈട്രജൻ ആറ്റം ആസ് എ റിസൾട്ട് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ, എനി ചേഞ്ച് ഇൻ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് ബോറോൺ ആൻഡ് നൈട്രജൻ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ NH3യുടെ എന്തായിരിക്കും വരുന്നത്? NH3 എങ്ങനെ വരിക? ഒരു നൈട്രജൻ ഓർത്ത് നോക്കുക, 3 ഹൈഡ്രജൻ അല്ലെ? ഓർത്ത് നോക്കുക, 1 ലോൺ പെയർ ഉണ്ടോ? ഓർത്ത് നോക്കുക. ഇപ്പൊ ടോട്ടൽ എത്രയായി? ലോൺ പെയർ ഇതൊക്കെ കൂടി കൗണ്ട് ചെയ്ത 4 വന്നാൽ ഇതിൽ ഏതായിരിക്കും? 4 വന്നാൽ ഏതാ? SP3 ഉണ്ടോ? ഓർത്ത് നോക്കുക. അപ്പൊ NH3 എന്ത് ഹൈബ്രിഡൈസേഷൻ ആണ്? SP3 ഉണ്ടോ? ഓർത്ത് നോക്കുക. അപ്പൊ ഇതുപോലെ ഇക്വേഷൻ എഴുതണം. എന്നിട്ട് SP2 ഇത് SP3. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ ബോറോണിലേക്ക് 3 ഫ്ലോറിനും ഒരു NH3യും വരും. 3 ഫ്ലോറിൻ ആൻഡ് ഒരു NH3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4 വന്ന ദൂരം SP3. അപ്പൊ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയായി മാറി? SP2 ടു ചേഞ്ച് SP3. SP2 ചേഞ്ച് ചെയ്തിട്ട് എന്തായി മാറി? SP3 ആയി മാറി. എന്തുകൊണ്ടാ? ഈ ബോറോണിന്റെ അടുത്തേക്ക് ഒരു NH3 കൂടി വന്നു കണ്ടോ. ഓർത്ത് നോക്കുക. അപ്പൊ ടോട്ടൽ എത്രയായി? 4 ആയി കണ്ടോ. ഓർത്ത് നോക്കുക. കണ്ടോ, ബോറോൺ ഇവിടെ 3 + 1 കണ്ടോ. ഓർത്ത് നോക്കുക. 4 വന്ന എന്തായിരിക്കും? SP3 കണ്ടോ. ഓർത്ത് നോക്കുക. അപ്പോ ക്ലിയർ ആയിട്ട് അത് എടുത്തെഴുതണം കേട്ടോ. ഈ ക്വസ്റ്റൻ എഴുതാം, എന്നിട്ട് അതിന്റെ മുകളിൽ ഓരോന്നിന്റെ കോൺഫിഗറേഷൻ എഴുതുക കേട്ടോ. ഓർത്ത് നോക്കാം. SP2 ഇതെന്തായിരുന്നു? SP3 കേട്ടോ. ഓർത്ത് നോക്കാം. ബോറോണിന് മാത്രം ചേഞ്ച് ചെയ്യും ഹൈബ്രിഡൈസേഷൻ. എന്തിലേക്ക് മാറും? SP2 ചേഞ്ച് ടു SP3 കേട്ടോ. ഓർത്ത് നോക്കാം. അതും കൂടി മെൻഷൻ ചെയ്യണം കേട്ടോ താഴെ. എടുത്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കോൺഫിഗറേഷൻസ് പറയണം കേട്ടോ. ഓർത്ത് ഒരു ടോപ്പിക് ഹൈബ്രിഡൈസേഷൻ ആണ് എന്ന് കണ്ടാൽ ആ ടോപ്പിക്കിൽ പോയിട്ട് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കണം. അല്ലാതെ ആ ക്വസ്റ്റിനെ കണ്ണുരുട്ടി നോക്കി കേട്ടോ, അത് മാത്രം അതിന്റെ ആൻസർ നോക്കി അങ്ങനെ എല്ലാ ടോപ്പിക്ക് അവിടെ എടുക്കണം കേട്ടോ. ഓർത്ത് നോക്കുക. ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ട് ഇത് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യും. എപ്പോഴും അങ്ങനെ ചെയ്ത് ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അങ്ങനെ ക്ലിയർ ചെയ്ത് വരണം കേട്ടോ. ഓർത്ത് നോക്കാം.
sp3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 4 പൊസിഷൻ വരണം. ഇവിടെ ബോറോണിന് ചുറ്റിനും എത്ര ആൾക്കാരുണ്ട്? 3 ഫ്ലൂറിൻ, ഒരു NH3. അപ്പൊ ടോട്ടൽ എത്ര? 4. അപ്പൊ ബോറോൺ ഇവിടെ എത്ര ഉണ്ടായുള്ളൂ? 3 അല്ലേ ഉള്ളൂ. 3 വന്ന sp2. ഇപ്പൊ ഒരു NH3 കൂടി ഇതിലേക്ക് വന്നു. അപ്പൊ എന്താവും? 4. 4 വന്ന sp3 ഇല്ല, 4 sp3 കണ്ടോ. 4 വരുമ്പോ sp3 കണ്ടോ. ഓർത്ത് വെക്കാം, അങ്ങനെ ഓർത്ത് വെക്കുക, അതാണ് എളുപ്പം കേട്ടോ. ഓർത്ത് വെക്കാം. നമ്മളെ പെട്ടെന്ന് 3 വരുന്നതുകൊണ്ട് അയ്യോ ഇത് 4 ഉണ്ടല്ലോ, 3 അല്ലേ, അങ്ങനെ മൈൻഡിലാവാനുണ്ട്. ഒരു S 3 P 4 പൊസിഷൻ വരും കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ ബോറോണിന്റെ ആണ് ചേഞ്ച് ചെയ്യുന്നത് sp2 ചേഞ്ച് ടു sp3. നൈട്രജൻ എന്ത് തന്നെയാണ്? sp3 തന്നെയാണ് കേട്ടോ. ഓർത്ത് വെക്കാം. നൈട്രജൻ ചേഞ്ച് ചെയ്യില്ല, ബോറോണിന് ഹൈബ്രിഡൈസേഷൻ ചേഞ്ച് ചെയ്യും. അത് മെൻഷൻ ചെയ്യണം കേട്ടോ. എങ്ങനെയാ പറയാ? ബോറോൺ ഹൈബ്രിഡൈസേഷൻ ചേഞ്ചിങ് ഫ്രം sp2 ടു sp3. നൈട്രജൻ ഓൾവേസ് എന്തായിരിക്കും? sp3. നൈട്രജൻ എപ്പോഴും തന്നെയാ sp3 ആണ്, രണ്ട് കേസിലും കേട്ടോ. ഓർത്ത് വെക്കാം. എന്ത് പറ്റും? sp2 ന്ന് എന്തായി മാറി? അതാണ് എഴുതണം, അതാണ് ചോദ്യം വരിക കേട്ടോ. ഓർത്ത് വെക്കാം. ബോറോൺ ഹൈബ്രിഡൈസേഷൻ ചേഞ്ചിങ് ഫ്രം sp2 ടു sp3. ഇനി ഇത് ടോപ്പിക്സ് കേട്ടോ. ഓർത്ത് വെക്കുക, ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇതിന്റെ ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓർത്ത് വെക്കുക, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓർത്ത് വെക്കുക, ഏറ്റവും ടോപ്പ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ലോൺ പെയർ വെച്ചിട്ട് ഓർമ്മയുണ്ടോ? ലോൺ പെയർ കൗണ്ട് ചെയ്യുന്ന ഐഡിയ ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടണം. H2O എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ ഇവിടെ പറഞ്ഞു. H2O എങ്ങനെ ചെയ്യും? നമ്മളന്ന് കുറെ പറഞ്ഞിപ്പിച്ചതാ. H2O കാണുമ്പോൾ എളുപ്പമായിരിക്കും, ഞാൻ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് തോന്നും ഇവിടെ. ഓർത്ത് വെക്കുക, പക്ഷെ അങ്ങനെയല്ല. ആ മെത്തേഡ് എന്തായിരുന്നു? നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഈ ചാപ്റ്ററിൽ വരുന്ന കണ്ടന്റ് നിങ്ങൾ വിചാരിക്കുകയാണ് കുറച്ച് നാളിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പഠിക്കാം, ഗൈഡ് വെച്ച് പഠിക്കാം. നടക്കൂല. കാരണം എന്താ? അവിടെ ആൻസർ നേരെ വരും. അതെങ്ങനെ കിട്ടിയെന്നുള്ള ഓപ്ഷൻ ഇല്ല. ഈ പറയുന്ന മെത്തേഡ് അല്ല, ടെക്സ്റ്റ് ബുക്കിലുള്ള അല്ല, നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായോ? അത് ഓർത്തു വെക്കുക. അല്ലാതെ ഗൈഡിൽ നോക്കിയോ അല്ലെങ്കിൽ ബാക്കി വേറെ റെഫർ ചെയ്ത് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് മനസ്സിലായാൽ അത് പ്രാക്ടീസ് ചെയ്യണം, അതേ രക്ഷയുള്ളൂ കേട്ടോ. ഓർത്തു വെക്കുക. H2O എന്തായിരിക്കും? ആദ്യം എന്ത് ചെയ്യണം? ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് കേട്ടോ. ഓർത്തു വെക്കാം. ഷേപ്പ് ഒന്നുമില്ല പിന്നെ. ഷേപ്പ് എങ്ങനെയാ പറയണേ? എന്നാ പറഞ്ഞു, കാണാൻ പഠിക്കുമോ? H2O എന്താ ഷേപ്പ്? അത് തന്നെ. അപ്പൊ ആദ്യം എന്ത് ചെയ്ത് നോക്കണ്ടേ? അതിന്റെ വാലൻസ് ഇലക്ട്രോൺ. ഓക്സിജന്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാ? നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. എന്റെ ഇതിലൊന്ന് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തോണ്ട്. എങ്ങനെയായിരിക്കും? 6. എന്താ ഇങ്ങനെ എഴുതിയത്? 1 2 3 4 5 6 ഇലക്ട്രോൺ ഇങ്ങനെ എഴുതും. എന്നിട്ട് എന്താ ചെയ്തേ? എത്ര ഹൈഡ്രജൻ ഉണ്ട് അവര് തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. കണ്ടോ? ഓർത്ത് വെക്കാം. ഇനി എത്ര ലോൺ പെയർ എത്ര ബോണ്ട് പെയർ എന്ന് എഴുതും. എത്ര ലോൺ പെയർ? എത്ര ലോൺ പെയർ? 2 ലോൺ പെയർ. ഏതാ ലോൺ പെയർ? ഇത് ലോൺ പെയർ. 2 ബോണ്ട് പെയർ. ഇതൊരു ഹൈഡ്രജൻ, ഒരു പെയർ അല്ലേ? ഇതൊരു പെയർ അല്ലേ? ഇവിടെ ഓർത്ത് നോക്കാം. അപ്പൊ എത്രയായി? 2. കണ്ടോ? ഓർത്ത് നോക്കാം. 2 ബോണ്ട് പെയർ. ഇവിടെ ഓർത്ത് നോക്കാം. അപ്പോ 2 ലോൺ പെയർ 2 ബോണ്ട് പെയർ കേട്ടോ. ഒരു ബോണ്ട് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പെയർ വേണം, 2 പേര് വേണം അല്ലെ? ഓർത്ത് നോക്കാം. എങ്കിൽ മാത്രമാണ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോ 2 ലോൺ പെയർ ആൻഡ് 2 ബോണ്ട് പെയർ. ടോട്ടൽ എത്രയായി? 4. 4 വന്നാൽ എന്താണ് ഹൈബ്രിഡൈസേഷൻ? sp3. അപ്പൊ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp3. ഇതിന്റെ ഷേപ്പ് എന്തായിരുന്നു? അത് തന്നെയാണ് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. sp3 വരുമ്പോ എന്ത് ഷേപ്പാണ് പഠിപ്പിച്ചേക്കുന്നത്? ടെട്രാഹൈഡ്രൽ. അതുപോലെ വരച്ചിട്ട് ഒരെണ്ണം എന്താക്കും? ലോൺ പെയർ ആക്കും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ sp3 ഇത് കണക്റ്റഡ് ആണ്, സ്റ്റെപ്പ് ആയിട്ടാണെന്ന് പഠിപ്പിച്ചേ. അപ്പൊ sp3 ടെട്രാഹൈഡ്രൽ. ടെട്രാഹൈഡ്രൽ എന്ന് പറയുമ്പോൾ നമ്മളിത് ഓക്സിജൻ എടുത്ത് ഇങ്ങനെ വരക്കാനാണ് ആദ്യം പഠിപ്പിച്ചേക്കുന്നത്. ഓർത്ത് നോക്കാം അല്ലെ? ട്രയാങ്കിൾ ബേസ് ഉള്ള പിരമിഡിന്റെ പാറ്റേണില് ഇതാണ് ഓക്സിജൻ. അതിന് ചുറ്റിനും ഒന്നു 2 സ്ഥലത്ത് ഹൈഡ്രജൻ കൊടുത്തു. ബാക്കിയൊക്കെ ലോൺ പെയർ ആക്കും. കണ്ടോ? ഓർത്ത് നോക്കാം. ഇതാണ് അതിന്റെ ഷേപ്പ്. ഇനി ലോൺ പെയർ മാച്ച് കഴിഞ്ഞാൽ എന്താണോ അതാണ് അതിന്റെ ഷേപ്പ് ആയിട്ട് പറയാം. ബെൻഡ്. ബോണ്ടാങ്കിൾ എത്രയാ? ബോണ്ടാങ്കിൾ എത്രയാ? 104.5 കേട്ടോ. 10
104.5. NH3 ബോണ്ടാങ്കിൾ എത്രയായിരുന്നു? 107. ഇവിടെ ഓർത്ത് നോക്കുക, NH3 ബോണ്ടാങ്കിൾ എത്രയാ? 107. CH4 ബോണ്ടാങ്കിൾ എത്രയായിരുന്നു? 109.5. ഇവിടെ ഓർത്ത് നോക്കുക, അത് മൂന്നും ഒരു പിക്ചറായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ആ മൂന്നെണ്ണം ഇങ്ങനെ വരച്ചിട്ട് കമ്പയർ ചെയ്തൊരു പിക്ചറാക്കി എഴുതി വെച്ചിട്ടുണ്ട് നോട്ട്ബുക്കിൽ. ഇവിടെ ഓർത്ത് നോക്കാം. അപ്പൊ അത് കിട്ടണം. ഇവിടെ ഓർത്ത് നോക്കാം, എങ്കിൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പാറ്റേണിലേക്ക് വരാം. ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തോ. ഇവിടെ ഓർത്ത് നോക്കാം, എല്ലാവരോടും ചോദിക്കും കേട്ടോ. ഒരാൾ ഓഫ്ലൈനിൽ നിന്നാണ്, ഒരാൾ ഓൺലൈനിൽ നിന്നായിരിക്കും. ഇവിടെ ഓർത്ത് നോക്കാം, ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടോ. ഫുൾ ഹൈബ്രിഡൈസേഷൻ വിത്ത് എക്സാമ്പിൾ. ഇവിടെ ഓർത്ത് നോക്കാം, ഞാൻ പറഞ്ഞേ. ഹൈബ്രിഡൈസേഷൻ പറയണം. SP റൈറ്റ് ആണ്, ഞാൻ പറഞ്ഞു. ട്രയഗണൽ പിരമിഡ് അല്ല, ട്രയഗണൽ പ്ലാനർ കേട്ടോ. ഓർത്ത് നോക്കാം. SP3 റൈറ്റ് ആണ്. D. ഇനി then one more. Bipyramid hybridization D3 കേട്ടോ. ഓർത്ത് നോക്കുക. then അമൽ ഞാൻ പറഞ്ഞേ, വീഡിയോ ഓൺ ആക്കിയിട്ട് പറഞ്ഞേ. അമൽ കേട്ടോ, റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, പറഞ്ഞു. ഗുഡ്. octahedral, pentagonal, bipyramid കേട്ടോ. ഓർത്ത് നോക്കാം, പെന്റഗണൽ ബൈപിരമിഡ്. ഓക്കെ, നെക്സ്റ്റ് വേറൊരു കാര്യം ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം, വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ വീണ്ടും ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെസ്സേജ് അയച്ചോളാം കേട്ടോ. ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്തായാലും സ്റ്റഡി സെക്ഷൻസ് വെക്കാം. അപ്പൊ അതിൽ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഓർത്ത് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തോ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ കേട്ടോ. ഓർത്ത് നോക്കാം, സെറ്റ് ചെയ്യാം. അതാണ് നല്ലത്. കാരണം ഇനിയും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും. ഇവിടെ ഓർത്ത് നോക്കാം. ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയത് എവിടെയാണ് പൊസിഷൻ എന്നൊന്നും അറിയണമല്ലോ. ഈ ചാപ്റ്റർ ഒരു 3 ക്ലാസ് മുമ്പ് എടുത്തേക്കുന്ന കാര്യങ്ങൾ തന്നെ ഫെയ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് റിഫ്രഷ് ചെയ്ത് പോകണം കേട്ടോ. കണ്ടന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. അത് മാത്രമല്ല, ഈ കണ്ടന്റ് ഇപ്പൊ എടുക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇതുപോലെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഒരെണ്ണത്തിൽ നിന്ന് അടുത്ത കണക്റ്റഡാ. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ലോൺ പെയർ പഠിക്കാൻ പറ്റുക. ലോൺ പെയർ പഠിച്ചു കഴിഞ്ഞിട്ടാണ് അടുത്ത് പഠിക്കുക. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റൻ അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബേസ് പോലും ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കംപ്ലീറ്റ് മാർക്ക് പോകും. എന്തെങ്കിലും അറിഞ്ഞിട്ട് കാര്യമില്ല. അൾട്രാ ക്ലിയർ ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. പ്രത്യേകിച്ച് ഇതും MOT കേട്ടോ. ഓർത്ത് നോക്കുക, ഇത് രണ്ടും ഓർത്ത് നോക്കുക. കാരണം ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 2 ടോപ്പിക്കാണ് പോകുന്നത്. ഒന്ന് ഹൈബ്രിഡൈസേഷൻ, രണ്ടാമത്തത് VSEPR തിയറി. ഓർമ്മയില്ലേ? വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ. അതിന് രണ്ടിന്റെയും എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ഈ ടോപ്പിക് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ നമ്മള് ഇനി ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. പുതിയ ചാപ്റ്റർ തുടങ്ങി വെക്കാം. പാരലായിട്ട് ഇതിന്റെ റിവിഷൻ എങ്ങനെ പാരലായിട്ട് പോവാം കേട്ടോ. ഓർത്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാരലായിട്ട് പോവാം. എന്നാലും നമുക്ക് ആവുള്ളൂ. നമ്മൾ അടുത്ത ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് ആരൊക്കെയെങ്കിലും സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ ഓർഗാനിക് ആർക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ? ഇല്ലല്ലോ കേട്ടോ. ഹെഡിങ് എഴുതി വെക്കുക, തെർമോഡൈനാമിക്സ് യൂണിറ്റ് 6 കേട്ടോ. ഓർത്ത് നോക്കാം. യൂണിറ്റ് 5 അതിനിടയ്ക്ക് ഒരു ചാപ്റ്റർ ഡിലീറ്റഡ് ആയി പോയി അല്ലേ. ഓർത്ത് നോക്കാം. തെർമോഡൈനാമിക്സ്. ആണോ ഓർഗാനിക് തുടങ്ങിയോ? അതറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓർഗാനിക് എവിടം വരെ എടുത്തു മോനെ? ജസ്റ്റ് തുടങ്ങിയുള്ളൂ. നോമൻക്ലേച്ചർ ആണോ തുടങ്ങിയത് അതോ? നോമൻക്ലേച്ചർ അല്ലേ. ഓർത്ത് നോക്കാം. നമുക്ക് ചില സ്കൂളുകാർക്ക് അങ്ങനെ എടുക്കും, അതുകൊണ്ടാ ചോദിച്ചു. ഓർത്ത് നോക്കാം. മോനെ ഏത് സ്കൂളായിരുന്നു അമൽ? തോക്കച്ചിൽ തുടങ്ങി അല്ലേ. ഓർത്ത് നോക്കാം. ഓർഗാനിക് പാരലായിട്ട് ഞാൻ അത് ഇടയ്ക്ക് പറഞ്ഞുതരാം കേട്ടോ. ഓർത്ത് നോക്കാം.
വേറെ ആർക്ക് നിങ്ങൾക്ക് തുടങ്ങി ആ റിഡക്ഷൻ ഓക്സിഡേഷൻ കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ പറയാം കേട്ടോ, ഓർത്ത് നോക്കാം. റിഡക്ഷൻ എന്തായിരുന്നു അതിന്റെ ടോപ്പിക് എന്ന് ചോദിച്ചാൽ? ആ ഓർത്ത് നോക്കാം. അതിൽ കണ്ടമാനം കൺസെപ്റ്റ് ഉണ്ടാവും. നിങ്ങൾ 3 കാര്യം മാത്രം പഠിക്കുക, അതുമായിട്ട് എല്ലാം റിലേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഞാൻ പറഞ്ഞതാണ്, മനസ്സിലായി? നിങ്ങൾക്ക് സ്കൂളുകളിലും ക്വസ്റ്റ്യൻസും ഒക്കെ കണ്ടമാനം വരുമ്പോൾ നമ്മൾ എന്താവും, പാനിക്കാം, ഓരോന്നായിട്ട് പഠിക്കാൻ നോക്കും. ഒന്നും പഠിക്കരുത്, അങ്ങനെ പഠിച്ചാൽ കിട്ടത്തില്ല, എറർ വരും. നിങ്ങൾക്ക് 3 കാര്യമാണ് ആദ്യം ഓർത്ത് വെക്കേണ്ടത്. ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് എന്ത് പറ്റും? ഡിക്രീസ് ചെയ്യും. ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യും. സൈസ് കുറഞ്ഞാൽ 3 കാര്യങ്ങൾ കൂടുന്നു പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഇലക്ട്രോ നെഗറ്റിവിറ്റി. ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? കൂടും. ഡൗൺ ദ ഗ്രൂപ്പ് കുറയും. ഇത് ഭയങ്കര ക്ലാരിറ്റി ആക്കാം, മനസ്സിലായി? ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒപ്പം തന്നെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി, ബോണ്ട് എന്താൽപി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ബോണ്ട് എന്താൽപി, ബോണ്ട് ഗെയിൻ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി. കേട്ടോ എന്നൊക്കെ പറഞ്ഞേ, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ബോണ്ട് എന്താൽപി, ഗെയിൻ എന്താൽപി. ഒപ്പം മോൻ ചേർത്ത വേർഡും കൂടി ചേർത്തെ, റെഡ്യൂസിങ് പവർ. റെഡ്യൂസിങ് പവർ ഇൻക്രീസ് ചെയ്യും. കേട്ടോ ഓർത്ത് നോക്കാം. ഓക്സിഡൈസിങ് പവർ പഠിക്കരുത്, എന്ത് പഠിക്കണം? റെഡ്യൂസിങ് പവർ. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് റെഡ്യൂസിങ് പവർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്താൽ റെഡ്യൂസിങ് പവർ ഇൻക്രീസ് ചെയ്യും. ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഓക്സിഡൈസിങ് പവർ പറഞ്ഞ് ഡിക്രീസ് ചെയ്യും. ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഗെയിം. കേട്ടോ ഓർത്ത് നോക്കാം. ഇതാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് വെച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത്. കേട്ടോ ഓർത്ത് നോക്കാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതില് ഓക്സിജൻ ആഡ് ചെയ്താൽ നമ്മൾ പറയുന്നത് എന്താ? ഓക്സിഡേഷൻ. ആണ് ഓർത്ത് നോക്കാം. ഓക്സിഡേഷൻ. ഇങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് കൊണ്ടുപോകണം. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ ഈ റെഡ്യൂസിങ് എന്നുള്ളതും ഓക്സിഡൈസിങ് എന്ന് പറയുമ്പോൾ റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആവും. മനസ്സിലായി? ഓർത്ത് നോക്കാം. അപ്പൊ ആ ടോപ്പിക് ഈ ടോപ്പിക് നമ്മൾ 10th ഏത് ചാപ്റ്ററാ? ഫസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക്. കേട്ടോ ഓർത്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ, അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ റിഡക്ഷൻ ഉണ്ട്. ഇത് രണ്ടും ഒന്ന് കണക്ട് ചെയ്യുക. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ പഠിക്കുക. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിഡക്ഷൻ, അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ. ഇതിലെല്ലാം കണക്റ്റഡ് ആണ്. ഒന്ന് മാറിക്കഴിഞ്ഞാൽ കൂടി തെറ്റും. അപ്പൊ ഒരെണ്ണം പഠിച്ചിട്ട് ഇങ്ങനെ 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 കൊണ്ടുപോകാം. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിഡക്ഷൻ, അഡീഷൻ ഓഫ് ഓക്സിജൻ. ഈ രണ്ട് എവിടെയാണ് പീരിയോഡിക് ടേബിൾ? ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് ഓക്സിജൻ ആഡ് ചെയ്യല്ലേ, അപ്പൊ എന്താ വരും? ഓക്സിഡൈസിങ് പവർ ഇൻക്രീസ് ചെയ്യും. പക്ഷെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അത് നേരെ ഓപ്പോസിറ്റാ. അപ്പൊ ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. അതുകൊണ്ടാണ് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ റെഡ്യൂസിങ് പവർ എന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കുക, റെഡ്യൂസിങ് ഏജന്റ് ആണോ അല്ലെങ്കിൽ റിഡക്ഷൻ ആണോ, ഇത് രണ്ടും ആണോ ഓർത്ത് വെക്കേണ്ടത്. കേട്ടോ ഓർത്ത് വെക്കാം. അപ്പോൾ ഓർത്ത് വെക്കാം. ഇത് നമുക്ക് കുറച്ചും കൂടെ ഔട്ട് വരും. അപ്പൊ ഞാൻ അതിനുള്ള ട്രിക്കാണ് പറയുന്നത്. ഓക്സിജന്റെ പൊസിഷൻ എവിടെയാ? പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റിന്ന് റൈറ്റിലാണ് അല്ലെ? അങ്ങനെ ഓർത്ത് വെക്കാം. ലെഫ്റ്റിന്ന് റൈറ്റിലാണ് ഓക്സിജന്റെ പൊസിഷൻ അല്ലെ? അറിയാലോ ഏത് ഗ്രൂപ്പാ? 16th ഗ്രൂപ്പ് അല്ല, 16th ഗ്രൂപ്പ്. അപ്പൊ എങ്ങനെ ഓർത്ത് നോക്കണം? പീരിയോഡിക് ടേബിളിൽ ഓക്സിജൻ ഈ അല്ലെ ലെഫ്റ്റ് ടു റൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ്? ഓക്സിഡൈസിങ്. എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്? ഓക്സിഡൈസിങ്. നേച്ചർ കൂടും. ഓക്സിജൻ അഡീഷൻ ഓഫ് ഓക്സിജൻ എന്താ വിളിക്കുന്നത്? ഓക്സിഡേഷൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ. അപ്പൊ ഓക്സിഡേഷൻ പവർ എവിടെ കൂടും? ലെഫ്റ്റ് ടു റൈറ്റ് കൂടും. ഡൗൺ ദ ഗ്രൂപ്പ് കുറയും. പക്ഷെ ഓക്സിഡൈസിങ് കൂടിക്കഴിഞ്ഞാൽ അതിനെന്താ വിളിക്കുന്നത്? റെഡ്യൂസിങ് ഏജന്റ്. എന്താ വിളിക്കുന്നത്? റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആരായിരിക്കും കൂടുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് റെഡ്യൂസിങ് ഏജന്റും കൂടും. ആണോ ഓർത്ത് വെക്കാം. ഓക്കെ. കേട്ടോ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഈ പറയുന്ന അതിലെ ട്രെൻഡ്സ് എന്ന് പറയും. ആ ട്രെൻഡ്സ് ഇങ്ങനെ ഓർത്ത് വെക്കുന്നതാണ് നല്ലത്. ചാപ്റ്റർ പേര് എഴുതി വെക്കാം കേട്ടോ. തെർമോഡൈനാമിക്സ് ചാപ്റ്റർ 5. ഇവിടെ ഓർത്ത് വെക്കാം. നമുക്ക് ഏതെങ്കിലും ചാപ്റ്ററിൽ ഇപ്പൊ അയാൾ ചോദിച്ച പോലെ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ചു പോകണം. ഇവിടെ ഓർത്ത് വെക്കാം. കണ്ടന്റുകൾ
കണക്ട് ചെയ്തും ക്ലിയർ ചെയ്തും പഠിച്ചു പോകണം കേട്ടോ, ഓർത്ത് വെക്കാം, മറക്കരുത്. തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് തെർമോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹീറ്റ്. തെർമോ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ് അല്ലെ, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പൊ തെർമോഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റിന്റെ മൂവ്മെന്റ് എന്നാണ് ആ ചാപ്റ്ററിന്റെ മീനിങ് തന്നെ വരുന്നത്. ഹീറ്റിന്റെ മൂവ്മെന്റ് എന്നുള്ള രീതിയിലാണ് ആ ചാപ്റ്ററിന്റെ പേര് തന്നെ വരുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ മോനെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അതിലില്ലേ നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് ടു റൈറ്റ്, അതിൽ 3 എഴുതിയിട്ടുണ്ടാവുള്ളൂ. അതിലേക്ക് എന്തും ആഡ് ചെയ്യാം. റിയാക്ടിവിറ്റി ഞാൻ എഴുതി തന്നിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ. റിയാക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ റിയാക്ടിവിറ്റി എന്ന് പറയുന്ന മീനിങ് എന്താ അല്ലെ? റിയാക്ട് ചെയ്യണതാണ്, അങ്ങനെയല്ലേ നമ്മൾ ഓർത്ത് വെക്കാം അല്ലെ? ഇപ്പൊ ഓക്സിജൻ ഉണ്ട്, നമ്മൾ പിടിച്ച പോലെ അറ്റാക്ക് ചെയ്യൂ. നൈട്രജൻ ഉണ്ട്, ഇവിടെ അറ്റാക്ക് ചെയ്യൂ. നമ്മുടെ മേത്ത് വന്ന് നൈട്രജൻ ഉപദ്രവിക്കാറുണ്ടോ? അതിന് പകരം ഞാൻ സോഡിയം ഒക്കെ ഇട്ട് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അങ്ങനെ ക്ലോറിൻ ഒഴിച്ചൊന്നും തൂറ്റും, കത്തിക്കരിഞ്ഞു പോലും നോക്കാം. ഇപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിട്ട് ഇതിന് റിലേഷൻ ഉണ്ട്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിട്ട് റിലേഷൻ ഉണ്ട്. അപ്പോ അവിടെ ശ്രദ്ധിക്കേണ്ടത് റിയാക്ടിവിറ്റി രണ്ടിന്റെയും നമ്മൾ വേർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? മിഡിൽ ഏരിയയിൽ കുറവാണ്, എക്സ്ട്രീം എൻഡുകളിൽ കൂടുതലാണ്. സോഡിയം വെള്ളത്തിലിട്ട് തൂറ്റും. അപ്പൊ അതെന്താ? റിയാക്റ്റീവ് അല്ലേ? അപ്പൊ എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എന്തായിരിക്കും? ഹൈ റിയാക്റ്റീവ്. അതുപോലെ എക്സ്ട്രീം എൻഡ് എന്ന് പറയുന്നത് പിന്നെ ഏതാ? 17 അല്ലെ? ക്ലോറിനെങ്ങാലും ഒഴിച്ചാൽ തൂറ്റും, പൊള്ളും നന്നായിട്ട്. ക്ലോറിൻ കേട്ടല്ലേ ബ്ലീച്ചിങ്ങിനൊക്കെ ഉപയോഗിച്ചിട്ട്, സാധാരണ പൂപ്പലും ഇതൊക്കെ മാറ്റാൻ വേണ്ടി ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. തുണിയൊക്കെ ഇതിലൊക്കെ ബ്ലീച്ചിങ് ഏജന്റ് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പോ എക്സ്ട്രീം എൻഡ് 17th ഗ്രൂപ്പ് ഹൈ റിയാക്റ്റീവ് ആണ്. അപ്പൊ റിയാക്ടിവിറ്റി അങ്ങനെ ഓർത്ത് വെക്കണം, മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്ത് വെക്കുക, ഡൗൺ ദ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. അതും എക്സ്ട്രീം എൻഡിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. മിഡിൽ എന്തായിരിക്കും? കുറവായിരിക്കും. ഏറ്റവും നമ്മൾ പഠിച്ചിട്ടുണ്ട് നോബിൾ മെറ്റൽ എന്ന് പറഞ്ഞിട്ട് 10th പഠിച്ചിട്ടുണ്ട്. അത് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത്. നോബിൾ മെറ്റൽ എന്റെ ഇവിടെ പറഞ്ഞു ഗോൾഡ് അല്ലെ, ഓർത്ത് നോക്കുക. അത് എവിടെ ഇരിക്കുന്നതെന്നറിയോ? സിങ്ക് ഫാമിലിയിലാണ്. സിങ്ക് 13 അല്ല, 12th ഗ്രൂപ്പ്. 12th മിഡിൽ ഏരിയയിൽ വരുമ്പോൾ റിയാക്ടിവിറ്റി കുറയും. അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾ ട്രെൻഡ് പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം എന്ത് ട്രെൻഡ് ചോദിച്ചാലും സൈസ് വെച്ച് കമ്പയർ ചെയ്യുക. ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് എന്ത് ചെയ്യും? കുറയും. സൈസ് കുറഞ്ഞാൽ എന്തൊക്കെ കൂടും? അതാണ് 3 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി, പിന്നെന്തായിരുന്നു? ബോണ്ട് എൻതാൽപി, പിന്നെന്തായിരുന്നു? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി. ഇത് 3ആണ് മെയിൻ ഫാക്ടർ. അതിലേക്ക് എന്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ, ഓർത്ത് വെക്കാം. എന്ത് നിങ്ങൾക്ക് ആഡ് ചെയ്തെടുക്കാൻ പറ്റും, ഓർത്ത് വെക്കാം. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള ആരൊക്കെയാ? ഓക്സിജൻ, ഫ്ലൂറിൻ, അതിനൊക്കെ ആഡ് ചെയ്താൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടക്കുന്ന ആളെ വിളിക്കുന്ന പേര് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ റെഡ്യൂസിങ് ഏജന്റിന്റെ പവർ ആണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് കൂടി, കണ്ടോ, ഓർത്ത് വെക്കാം അല്ലെ? റെഡ്യൂസിങ് ഏജന്റ് ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെ? അപ്പൊ ഓർത്ത് വെക്കാം, ആ വേർഡ് ശ്രദ്ധിക്കണം കേട്ടോ, ഓർത്ത് വെക്കാം. റെഡ്യൂസിങ് ഏജന്റ് കൂടി, അതുപോലെ ഓക്സിഡേഷൻ കൂടി. ഈ രണ്ടും കണ്ടോ, രണ്ടും ഓപ്പോസിറ്റ് അല്ലേ കണ്ടോ? അപ്പൊ മൈൻഡ് മറയും, അതുകൊണ്ടാണ് പറയുന്നത്. അത് ഓർത്ത് വെക്കാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡൗൺ ദ ഗ്രൂപ്പ്. ഡൗൺ ദ ഗ്രൂപ്പ് എന്തായിരിക്കും? അപ്പൊ കണ്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാം കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പേജിലേക്ക്, 3rd ചാപ്റ്റർ എന്ന് പറയുന്ന 1 പേജിലേക്ക് നമുക്ക് സമറൈസ് ചെയ്തെടുക്കാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ ഒരു 13 ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ അത്രേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അത് നീറ്റായിട്ട് പഠിക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസുകളിൽ എക്സെപ്ഷൻ ഉണ്ട്, ഓർമ്മയുണ്ടോ? ഗാലിയം ആൻഡ് അലൂമിനിയം വിച്ച് ഈസ് ഹയർ സൈസ് ആൻഡ് വൈ. ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ, എക്സെപ്ഷൻസ് മാത്രം പറയാം. ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ വിച്ച് ഈസ് മോർ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി വൈ. ശരിക്കും ആരാ ഫ്ലൂറിനാ വരണ്ട? അങ്ങനെയല്ല, ക്ലോറിൻ വരും. ശരിക്കും ഡൗൺ ദ ഗ്രൂപ്പ് അല്ലെ? സിസ്റ്റം അനുസരിച്ച് എന്താ പഠിപ്പിച്ചേക്കുന്നത്? അത് എഴുതി തന്നെ ഈ ക്വസ്റ്റ്യൻ ഞാൻ, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മള് ഇവിടെ, ഓർത്ത് നോക്കാം. ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഡിക്രീസസ്, അങ്ങനെയാ പഠിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഹൈസ്റ്റ് ഫ്ലൂറിനാ, പക്ഷെ അത് എക്സെപ്ഷൻ ആണ്. അപ്പോൾ വൈ എന്നുള്ളതിന് ഒരു കുഞ്ഞു വേർഡ് ഞാൻ എടുത്തു പറയുന്നുണ്ട്. ഇലക്ട്രോൺ റിപ്പൽഷൻ, ഇന്റർ ഇലക്ട്രോൺ റിപ്പൽഷൻ. അത് കാരണം ഫ്ലൂറിന് എന്ത് പറ്റും? ഇലക്ട്രോൺസ് റിപ്പൽഷൻ കാരണം അതിന് എന്ത് പറ്റും? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി, അത് ഗെയിൻ ചെയ്യാനായിട്ടുള്ളത് റിപ്പൽഷൻ കാരണം അത് കുറയും ക്ലോറിനേക്കാളും. അതുപോലെയാണ് ഓക്സിജനും നൈട്രജനും എക്സെപ്ഷൻ ആണ്. നൈട്രജൻ കംപ്ലീറ്റ്ലി 1 വെച്ച് അൺപെയ്ഡ് വരുന്നുണ്ട്. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ഡയറക്റ്റ് ആയിട്ടാണ്. ഒരു ചാപ്റ്റർ നിങ്ങളാണ് ടീച്ചർ എങ്കിൽ നോർമലി അതിൽ നിന്ന് എടുക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ആകെ 20-something ക്വസ്റ്റ്യൻ ഉള്ളൂ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതിൽ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ഉണ്ട്. അതും കൂടി മാറ്റി കഴിഞ്ഞാൽ ഏകദേശം 12 to 13
ക്വസ്റ്റ്യൻസ് ഉള്ളൂ അത് സെലക്ടഡ് ആയിട്ട്. അത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇതിൽ തന്നെ ഒരു 6-8 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കാം. ദെൻ ഇയാൾ പറഞ്ഞ പോലെ കമ്പാരിസൺ ഒരു ഐഡിയ ഉണ്ടാവണം കേട്ടോ, ഓർത്ത് നോക്കാം. അതിൽ ആകെ മിഡിൽ ഏരിയയിലൊന്നും അധികം പഠിക്കാനൊന്നുമില്ലല്ലോ. മെന്റലീഫ് പീരിയോഡിക് ടേബിൾ അല്ലെ, അത് അധികം എടുക്കാനില്ല. പിന്നെന്തായിരുന്നു ഹെൻറി മോസ്ലി മോഡേൺ പീരിയോഡിക് ടേബിൾ. അത് കഴിഞ്ഞാൽ ഏതൊക്കെ ബ്ലോക്കുകളുണ്ട്? എസ് ബ്ലോക്ക്, ഇ ബ്ലോക്ക്, ടി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അതിലെ ഹെഡിങ്സിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ഇസ് നോൺ ആസ് ഡാഷ് മെറ്റൽ, ആൽക്കലി മെറ്റൽ ആണോ. സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്ലൈൻ എർത്ത് മെറ്റൽ, ആൽക്ലൈൻ എർത്ത് മെറ്റൽ. എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് ടുഗദർ ഈസ് നോൺ ആസ് ഡാഷ് റെപ്രസെന്റേറ്റീവ് എലമെന്റ്. അങ്ങനെ 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 ആ ടോപ്പിക്സ് ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആ ചാപ്റ്ററിൽ. എന്താണ്? ട്രെൻഡ്സ് ഓഫ് പീരിയോഡിക് ടേബിൾ. നിങ്ങൾ നോക്കിക്കോ, ടെക്സ്റ്റ് ബുക്കിലെ 80% ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന ടോപ്പിക് ഇന്നാണ്. ഏതാണത്? ട്രെൻഡ്സ് ഓഫ് പീരിയോഡിക് ടേബിൾ. അപ്പൊ നമ്മൾ ആ പീരിയോഡിക് ടേബിൾ വരച്ചിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺ ദ ഗ്രൂപ്പ് അത് നോക്കി ജനറൽ കാര്യങ്ങളിൽ നല്ല ചോദിക്കുന്ന എക്സെപ്ഷൻ ആണ്, എക്സെപ്ഷൻ. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നേരെ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ് നാളെ ഈ ക്വസ്റ്റ്യൻ വരും എന്നുള്ള രീതിയിൽ കണക്കാക്കി അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ജനറൽ ഐഡിയ ഉണ്ടാക്കാം. നിങ്ങൾ സാധാരണ നോർമലി ചാപ്റ്ററുകൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? എന്നാൽ പഠിച്ചോളാം വായിച്ച് മെന്റൽ മനസ്സിലായി കൊള്ളാം, മെന്റൽ നല്ല മെടുക്കൻ, അടുത്ത അങ്ങനെ 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 മനസ്സിലാക്കി കുറെ സമയം കൊണ്ടുപോയി കളഞ്ഞ് അവസാനം ആ ബാക്കിലെ ക്വസ്റ്റ്യൻ നോക്കൂല, ആ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. കാരണം എന്താ? കാരണം അതിന്റെ ഉള്ളിൽ നിന്ന് അല്ലെ, നിങ്ങൾ 11th എന്ന് പറയുമ്പോൾ കണ്ടന്റിൽ നിന്ന് എന്താണ് മിക്സ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാ വരിക കേട്ടോ. 10th വരെ എങ്ങനെയാ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ അല്ലേ? 9th ലും 10th ലൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ്. നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. ഭയങ്കര ഈ ക്വസ്റ്റ്യൻ നോക്കും, ഇപ്പുറത്ത് അവിടെ പോയിട്ട് ഇന്ന പേജ് നമ്പർ 1-3 അതിൽ ഇത്ര പാരഗ്രാഫ് ഇതിങ്ങനെ മാർക്ക് ചെയ്യും, അങ്ങനെ മാർക്ക് ചെയ്യും. ഇതിലങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? പല ചാപ്റ്ററിൽ നിന്നായിരിക്കും മിക്സ് ചെയ്യുന്നത്. അതാണ് 11th and 12th ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വരുന്നത്. അപ്പോൾ നോർമലി കണ്ടന്റ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ക്വസ്റ്റ്യന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. തെർമോഡൈനാമിക്സ് ചാപ്റ്ററിന്റെ പേര് എഴുതി വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ തെർമോഡൈനാമിക്സിൽ ഹീറ്റിന്റെ മൂവ്മെന്റുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ ആദ്യം പറയുന്ന ടേം സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ആണ്. എന്താ വിളിക്കുന്നത്? സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അപ്പൊ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനിത്തിങ് അണ്ടർ ഒബ്സർവേഷൻ, അത് വന്നാൽ എന്താവും? സിസ്റ്റം. ഇപ്പോ ഞാൻ എൻ്റെ ഒരു കെമിസ്ട്രി ആയിട്ടുള്ള എലമെന്റുകൾ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇവിടെ ഒരു ആസിഡ് ഒക്കെ ഒഴിച്ച് ഇതിനെ ഞാൻ നോക്കി അതിനെ അണ്ടർ ഒബ്സർവേഷനിൽ വെച്ചാൽ ഇതെന്റെ സിസ്റ്റം ആണ്. ഇയാളുടെ സിസ്റ്റം അല്ല അല്ലെ. ഇത് എന്റെ ഒബ്സർവേഷൻ ആണെങ്കിൽ ഇതെന്തായിരിക്കും? എന്റെ സിസ്റ്റം ആണ്. ഈ മുഴുവൻ യൂണിവേഴ്സ് മുഴുവനും സറൗണ്ടിങ് ആണ്. അപ്പൊ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് പുറത്തു നോക്കാം. ഇനി ഞാൻ ഇയാളെയാണ് ഞാൻ നോക്കി ഒബ്സർവ് ചെയ്യുന്നത്. ഇയാൾ ആരാണ്? ഇയാൾ എന്താകും? അങ്ങനെയാണെങ്കിൽ എന്റെ സിസ്റ്റം ഓർത്ത് നോക്കാം, ആ പേഴ്സൺ ആണ്. അങ്ങനെ എന്തിനേയും അപ്പൊ എനിത്തിങ് അണ്ടർ ഒബ്സർവേഷൻ ഈസ് കൺസിഡർ ആസ് ആൻ എ സിസ്റ്റം. ആദ്യത്തെ ഒരു ടേം ആണ്. ബാക്കിയുള്ളത് മുഴുവനും എന്താണ്? സറൗണ്ടിങ്. അപ്പൊ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് എന്നുള്ള ടേം ആണ് ഫസ്റ്റ് അവര് പറയുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് സിസ്റ്റം തന്നെ 3 ടൈപ്പായിട്ട് വെക്കും. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഏതൊക്കെയാ ഒന്ന് പറഞ്ഞ് പഠിച്ചിട്ട് എഴുതിയാൽ മതി. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോ ഇവിടെ നോക്കുക, നല്ല ചൂടുള്ള വെള്ളം ഇതിലിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ തുറന്നു വെച്ചേക്കാണ്. എന്ത് വരും? താൻ പറ. ഒബ്സർവ് ചെയ്യുമ്പോൾ നല്ല ചൂടുവെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത്. കൈ പൊള്ളും. അയാൾ പറഞ്ഞ റൈറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സയന്റിഫിക് വേർഷൻ പറഞ്ഞു. അയാൾ പറഞ്ഞു കൈ പൊള്ളും എന്ന് പറഞ്ഞു, നല്ല ചൂടുവെള്ളം. സയന്റിഫിക് വേർഷൻ എന്താ? ഹീറ്റ് എന്താണ്? ഹീറ്റ് എനർജി അല്ലെ. സിസ്റ്റം ടു സറൗണ്ടിങ്, ഹീറ്റ് എനർജി. ഇത് സിസ്റ്റം അല്ലേ? സിസ്റ്റത്തിൽ നിന്ന് എവിടേക്ക് വന്നു? സറൗണ്ടിങ്ങിലേക്ക് വന്നു. അപ്പോ സിസ്റ്റം ടു സറൗണ്ടിങ് എന്ത് വരുന്നുണ്ട്? എനർജി ട്രാൻസ്ഫർ. അപ്പൊ ഓപ്പൺ സിസ്റ്റത്തിൽ എന്ത് വരുന്നുണ്ട്? എനർജി ട്രാൻസ്ഫർ. മനസ്സിലോർത്ത് വെക്കാം. ഇനി അതെ, പിന്നെ അങ്ങനെ ഇത് ഒഴിച്ചു ബാക്കിയുള്ള എല്ലാം സറൗണ്ട്. അപ്പോ ഈ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് എന്ത് വരുന്നുണ്ട്? എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഏത് സിസ്റ്റത്തില്? ഓപ്പൺ സിസ്റ്റത്തില്. ഇനി ഇത് തുറന്നു വെച്ച് കഴിയുമ്പോൾ എന്ത് വരും? കണ്ടിട്ട് പറ. വേപ്പർ അല്ലെ. വേപ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ സയന്റിഫിക് വേർഡ് എന്താ? മാറ്റർ. കറക്റ്റ് ആണ്. മാറ്റർ. സിസ്റ്റം ടു സറൗണ്ടിങ്. അപ്പൊ 2 കാര്യങ്ങൾ നടക്കും. അപ്പൊ ഒറ്റ വേർഡിൽ പഠിച്ചാ വാട്ട് യു മീൻ ഓപ്പൺ സിസ്റ്റം? ഓപ്പൺ സിസ്റ്റത്തില് എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ആൻഡ് എനർജി. മാറ്റർ ആൻഡ് എനർജി. ഇനി ഇയാളെടുത്ത് അത് അടച്ചു വെച്ചു. അപ്പൊ എന്ത് പറ്റും? മാറ്റർ എക്സ്ചേഞ്ച് ആവില്ല അല്ലെ. മാറ്റർ എക്സ്ചേഞ്ച് ആവോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും? ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാല്
എന്താണ് എനർജി ട്രാൻസ്ഫർ ഫ്രം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഫ്രം സിസ്റ്റം ടു സറൗണ്ടിങ് ഓർ വൈസ് വേഴ്സ ദെൻ മാറ്റർ ഡസ് നോട്ട്. ഇനി വാട്ട് യു മീൻ ഐസൊലേറ്റഡ് സിസ്റ്റം? എനർജിയും പോവില്ല മാറ്ററും പോവില്ല. ഫ്ലാസ്ക് അറിയാലോ അല്ലെ, നല്ല ചൂടുള്ള ചായയൊക്കെ എടുത്ത് അടച്ചു വെച്ചാൽ ഫ്ലാസ്ക്, അതെന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഇത്രയേ ഉള്ളൂ 3 സിസ്റ്റം. അവിടെ ഓർത്ത് വെക്കാം. വേഗം ഒന്ന് എഴുതാം, വേഗം എഴുതി വെക്കാം. തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ഹെഡിങ് സിസ്റ്റം ആൻഡ് ദി സറൗണ്ടിങ്. ഫസ്റ്റ് ഹെഡിങ് കേട്ടോ, കുറച്ച് ടേം ആണ്. സിസ്റ്റം ആൻഡ് ദി സറൗണ്ടിങ്. ഫസ്റ്റ് ഹെഡിങ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. System and surrounding. First point, a system in thermodynamic, first point കേട്ടോ, a system in thermodynamics referred to that part of universe in which observation, a system in thermodynamic referred to that part of universe in which under observation, അങ്ങനെ എഴുതിയാൽ മതി, in which under observation. നെക്സ്റ്റ് ലൈനില് നമ്മള് ഇപ്പൊ സിസ്റ്റം കഴിഞ്ഞു, സറൗണ്ടിങ്ങിന്റെ കാര്യം എഴുതാണ് എന്ന് എഴുതി വെച്ചാൽ ദ സറൗണ്ടിങ് ഇൻക്ലൂഡ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് സിസ്റ്റം, സെക്കൻഡ് പോയിന്റ് ആണ് എഴുതുന്നത്. ദ സറൗണ്ടിങ് ഇൻക്ലൂഡ് എവരിത്തിങ്. ദ സറൗണ്ടിങ് include everything other than the system. The surrounding include everything other than the system. അപ്പൊ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് എന്തായിരിക്കും? യൂണിവേഴ്സ് ആണ് അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ അതും കൂടി എഴുതി വെക്കുക. സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് ഗീവ്സ് യൂണിവേഴ്സ്. നെക്സ്റ്റ് ലൈനില് സിസ്റ്റം പ്ലസ് സറൗണ്ടിങ് ഈക്വൽ ടു യൂണിവേഴ്സ്. അപ്പൊ ഒരു സയന്റിഫിക് ടേം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത മെയിൻ ഹെഡിങ് ടൈപ്പ് ഓഫ് സിസ്റ്റം. ഫസ്റ്റ് ടൈപ്പ് ഏതാണ്? ഓപ്പൺ സിസ്റ്റം കേട്ടോ. നമ്പർ 1 ഇടാ, ഓപ്പൺ സിസ്റ്റം അണ്ടർലൈൻ ചെയ്യാം. ഓപ്പൺ സിസ്റ്റം കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, നല്ല ഹോട്ട് വാട്ടർ എടുത്തു വെച്ചാൽ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെ, അതുപോലെ കേട്ടോ, മനസ്സിലോർത്ത് നോക്കാം. ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം, there is exchange of in an open system, there is exchange of in an open system, there is exchange of energy and matter. There is exchange of energy and matter between system and surrounding. And matter between system and surroundings. അടുത്തത് എന്തായിരിക്കും? സെക്കൻഡ് സിസ്റ്റം ക്ലോസ്ഡ് സിസ്റ്റം. അണ്ടർലൈൻ ചെയ്യാം. There is no exchange of closed system. അണ്ടർലൈൻ ചെയ്യുക, താഴെ എഴുതി വെക്കുക. There is no exchange of matter. But exchange of energy is possible. There is no exchange of matter, but exchange of energy is possible. Between ഏതായിരിക്കും? system and surrounding. Between system and surroundings.
between system and surroundings. അടുത്തത് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റം അല്ലെ, തെർമൽ ഫ്ലാസ്കിനെയൊക്കെ ഓർത്തു നോക്കുക. There is no exchange of energy or matter. Isolated system underline ചെയ്യുക, അവിടെ എഴുതി വെക്കുക. There is no exchange of energy or matter, between the no exchange of energy or matter between the system and surrounding. No exchange of ഏതൊക്കെയാണ് energy and matter between the system and surrounding. Between the system and surrounding. അടുത്തൊരു ചെറിയ ടോപ്പിക് ആണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർ സ്റ്റേറ്റ് വേരിയബിൾ. ഹെഡിങ് ആണ് കേട്ടോ, സബ് ഹെഡിങ് ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർ സ്റ്റേറ്റ് വേരിയബിൾ. സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർ സ്റ്റേറ്റ് വേരിയബിൾ. കേട്ടോ, ഒരു ഗ്യാസിന്റെ സ്റ്റേറ്റ് എങ്ങനെയാണ് മെൻഷൻ ചെയ്യുക? വീട്ടില് LPG ഗ്യാസ് ഉണ്ട്. ആ LPG ഗ്യാസ് എന്തൊക്കെ മെഷർമെന്റ് ആയിരിക്കും റിലേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഈ ബുക്കാണ് വോളിയം, ശരിയല്ലേ? ഈ ബുക്കാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലൊക്കെ പറയാ വെയിറ്റാ പറയാ, കിലോഗ്രാം അല്ലെ. അത് പറഞ്ഞാൽ അവിടെ ഏകദേശം നമുക്ക് ക്ലിയർ ആണ് ആക്ച്വലി വരുന്നത്. പക്ഷെ ഗ്യാസുകൾ വരുമ്പോൾ എന്തൊക്കെ പറയേണ്ടി വരും? വോളിയം, പ്രഷർ, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ടെമ്പറേച്ചർ. എന്ത് വരും? ടെമ്പറേച്ചർ. കാരണം എന്താ? ടെമ്പറേച്ചർ കൂടി എന്ത് പറ്റും? ബലൂൺ എടുത്തിട്ടേ നല്ല വെയിലത്തിട്ടാ എന്ത് പറ്റും? ചൂടായിട്ട് എന്ത് പറ്റും? പൊട്ടിപ്പോവും. കാരണം എന്താ? ബലൂണില് അല്ലേ എയർ ഉണ്ട്. ടെമ്പറേച്ചർ കൂടിയ എന്ത് കൂടും? വോളിയം കൂടും. ടെമ്പറേച്ചർ കൂടിയ എന്ത് കൂടും? വോളിയം കൂടും. വോളിയം കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും? കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എക്സ്പാൻഷൻ വരും. എന്താ വരുന്നത്? എക്സ്പാൻഷൻ. അപ്പോ ഗ്യാസുകളിലെ സിസ്റ്റത്തില് പറയുമ്പോൾ ഈ 3 ഫംഗ്ഷൻ അവർ റിലേറ്റ് ചെയ്യും, പിന്നെ നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ഈ കാര്യമാണ് ഒന്ന് എഴുതി വെക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ഒന്ന് എഴുതി വെച്ചു. സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓർ സ്റ്റേറ്റ് വേരിയബിൾ എന്താണെന്ന് എഴുതാൻ പോവാണ്. The state of a gas by coating its pressure P. The state of a gas by coating its pressure. Pressure എന്താ represent ചെയ്യുക? Small letter P, bracket small letter P, comma volume. വോളിയത്തിന് എങ്ങനെയാ represent ചെയ്യുക? Capital V, ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ V എന്ന് എഴുതണം കേട്ടോ. വോളിയം ക്യാപിറ്റൽ V, കോമ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം? എങ്ങനത്തെ ടി ആയിരിക്കണം? ക്യാപിറ്റൽ T. സ്മോൾ ടി കൊടുത്ത് എന്തായിരിക്കും അത്? ടൈം കേട്ടോ, നോക്കാം. ക്യാപിറ്റൽ T, കോമ എമൗണ്ട്. എമൗണ്ട് ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റർ N. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കേട്ടോ. എമൗണ്ട് ബ്രാക്കറ്റിൽ N, സ്മോൾ ലെറ്റർ N കേട്ടോ. സ്മോൾ ലെറ്റർ N-ന്റെ മീനിങ് അറിയില്ലെങ്കിൽ ഓർത്ത് നോക്കാം. നമ്പർ ഓഫ് മോൾസ്, എക്സെട്രാ. Full stop. Variable like P, V, T, N. The variable like PVT, T മാത്രമേ കൊടുത്തുള്ളൂ. PVT എക്സെട്രാ എന്നുള്ള രീതിയിൽ PVT are called state variable. The variable like pressure, volume, temperature are called എന്തായിരിക്കും? State variable. കാരണം ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രഷർ, ഗ്യാസിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് കിട്ടുമ്പോൾ ഈ ടേം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. സ്റ്റേറ്റ് വേരിയബിൾ. ഇത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ അവർ കൊടുക്കുന്ന വർക്ക്, ഹീറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഹെഡിങ് ഒക്കെയാണ്. പക്ഷെ നമ്മൾ അവിടെ എഴുതുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഹെഡിങ് എഴുതി നോക്കുക. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മെയിൻ ഹെഡിങ് ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈ ചാപ്റ്ററിൽ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതിയിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് അണ്ടർലൈൻ ചെയ്യാം. അതിൽ ആദ്യത്തെ പോയിന്റ് എഴുതി വെക്കാം. ദ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ എഴുതുകയാണ് ദ എനർജി ഓഫ് ആൻ
isolated system is constant. The energy of an isolated system is constant. അതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. The energy of an isolated system is constant. അടുത്ത ലൈനില് നെക്സ്റ്റ് പോയിന്റ്, it is commonly stated as, നെക്സ്റ്റ് ലൈനിൽ കേട്ടോ, it is commonly stated as the law of conservation of energy. law of conservation of energy എന്തായിരുന്നു പണ്ട് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ അല്ലേ? അത് തന്നെ കേട്ടോ, ഓർത്ത് നോക്കാം. the law of conservation of energy, that is energy can neither be created nor be destroyed. That is, energy can neither be created nor be destroyed. It is commonly stated as the law of conservation of energy. That is, energy can neither be created nor be destroyed. Energy can neither be created nor be destroyed. ഇത് കഴിഞ്ഞിട്ട് ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻ ആണ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ്. ഡെൽറ്റ യു കേട്ടോ, ഫസ്റ്റ് ലോവിന്റെ മാത്തമാറ്റിക്കൽ കേട്ടോ. അടുത്ത പോയിന്റ് എഴുതിയിരിക്കുക മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ലോ. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ലോ. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ പ്ലസ് ഡബ്ല്യു കേട്ടോ. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ശ്രദ്ധിക്കുക, എൻട്രൻസ് പഠിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ടെക്സ്റ്റുകളിൽ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്നാണ്. ചില സ്ഥലത്ത് ഇ കൊടുക്കാറുണ്ട്, ക്യാപിറ്റൽ ഇ കേട്ടോ. ഗൈഡുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസിന്റെ ബുക്കുകളിലൊക്കെ അങ്ങനെ വരാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് ആക്ച്വലി കേട്ടോ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതാണ് എഴുതുന്നത്. ഇതൊരു ബോക്സിലാക്കി വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഈ ചാപ്റ്ററിന്റെ കുറെ ഇക്വേഷൻ വരുന്നതാണ്. ഈ ചാപ്റ്റർ മാത്രം ഒരു ഏകദേശം ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡെറിവേഷൻ ഇങ്ങനെ വരും. നല്ല രസമാണ് അല്ലേ ഓർത്തൊക്കെ ഏറ്റവും. കാരണം എന്താ ഒരെണ്ണം പഠിച്ചാൽ മതി, അതിൽ നിന്ന് ഇങ്ങനെ ഡിറൈവ് ചെയ്തല്ലേ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി വരുന്നത് അല്ലേ. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഒരു കുഞ്ഞൊരു മോട്ടർ വെച്ച് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, കാർ ഉണ്ടാക്കും, ഫാൻ ഉണ്ടാക്കി ഉണ്ടോ, അതിനെ അപ്ലൈ ചെയ്യുന്ന സയൻസ് ആണത് അല്ലേ ഓർത്തൊക്കെ. അത് ഭയങ്കര രസമാണ് ആക്ച്വലി. ഓക്കെ, അതിനെ തന്നെ പല രീതിയിൽ വെക്കുമ്പോൾ അല്ലേ വെക്കുന്നു. ഇനിയും ദൂരം കണ്ടെത്താനുണ്ടല്ലേ, മൾട്ടിപ്പിൾ മോട്ടോർസ് എന്തൊക്കെ ഉണ്ടാക്കാൻ കിടക്കുന്നു അല്ലെ. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അപ്പോ ഇത് ഓരോന്ന് എഴുതണം കേട്ടോ. ഡെൽറ്റ യു എഴുതി വെക്കുക. ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ക്യൂ എന്താണെന്ന് എഴുതി വെച്ചോ. ക്യൂ ഹീറ്റ് കണ്ടന്റ്. ക്യൂ ഹീറ്റ് കണ്ടന്റ്. ക്യൂ ഹീറ്റ് കണ്ടന്റ്. ഡബ്ല്യു എഴുതി വെക്കാം. ഡബ്ല്യു വർക്ക് ഡൺ. ഡബ്ല്യു വർക്ക് ഡൺ. വേഗം കേട്ടോ. ഡബ്ല്യു വർക്ക് ഡൺ. അപ്പോ പുറത്തു വെക്കാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു എന്തൊക്കെയായിരുന്നു, ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ എന്തായിരുന്നു, ഡബ്ല്യു എന്തായിരുന്നു, വർക്ക് ഡൺ. ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേ. ആദ്യത്തെ പോയിന്റ് അല്ലെ, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ് ആണ്. ഇനി ഈ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ് ആണ്. അതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ, ഓർത്തു വെക്കാം. ഇനി അവിടെ ഒന്ന് എഴുതി വെച്ച ഹീറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഹീറ്റ് ഹീറ്റ് കണ്ടന്റ് ബ്രാക്കറ്റില് ക്യൂ. ഹീറ്റ് കണ്ടന്റ് ബ്രാക്കറ്റില് ക്യൂ. ആ സബ് പോയിന്റ് സബ് ടോപ്പിക് ആയിട്ട് എഴുതിയാൽ ഹീറ്റ് കണ്ടന്റ് ബ്രാക്കറ്റില് ക്യൂ. രണ്ട് ടൈപ്പാണ് ഹീറ്റ് വരിക സിസ്റ്റത്തില്, എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക്. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹീറ്റ് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. എക്സോതെർമിക് റിലീസ് ചെയ്യും. അങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്താൽ എനർജി കൂടുകയോ കുറയോ അല്ലെ. ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അത് എൻഡോതെർമിക് ആണ്. എൻഡോതെർമിക് ആവുമ്പോൾ അബ്സോർപ്ഷൻ ആണ് അല്ലെ. അബ്സോർബ് ചെയ്യുമ്പോൾ ആ എനർജി എന്ത് ചെയ്യും, കൂടും. അപ്പോ ഇവിടെ എഴുതി വെക്കുക ക്യൂ. ഹീറ്റ് കണ്ടന്റ് എഴുതിയല്ലോ, അവിടെ എഴുതി വെക്കുക ഹീറ്റ് കണ്ടന്റ്. ഹീറ്റ് കേട്ടോ, ഹീറ്റ് എന്ന് എഴുതാം ബ്രാക്കറ്റിൽ ക്യൂ.
അടുത്ത ഹെഡിങ് ആണ് ഹീറ്റ്. ബ്രാക്കറ്റിൽ എന്താ കൊടുക്കുക? ക്യൂ. ഫസ്റ്റ് പോയിന്റ് എൻഡോതെർമിക്. ക്യൂ എന്തായിരിക്കും? പോസിറ്റീവ്. ഫസ്റ്റ് പോയിന്റ് എൻഡോതെർമിക്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. എൻഡോതെർമിക്. ക്യൂ എന്തായിരിക്കും? പോസിറ്റീവ്. പോസിറ്റീവ്. ക്യൂ പോസിറ്റീവ്. എൻഡോതെർമിക്. ക്യൂ എന്തായിരിക്കും? പോസിറ്റീവ്. എൻഡോതെർമിക്കിന്റെ മീനിങ് എന്ന് പറഞ്ഞേ, സിസ്റ്റം ടു സറൗണ്ടിങ് ആണോ സറൗണ്ടിങ് ടു സിസ്റ്റം ആണോ? അത് എഴുതി വെക്കുക കേട്ടോ ബ്രാക്കറ്റില്. സറൗണ്ടിങ് ടു ദി സിസ്റ്റം. എന്റെ ഒരു കയ്യിൽ ഐസ് വെച്ചു, എന്ത് പറ്റും? എന്റെ കയ്യിൽ ഐസ് വെച്ചു, ഐസ് ആണ് എന്റെ സിസ്റ്റം. ഞാൻ ഐസിന് നോക്കുമ്പോ ഐസ് എന്റെ അല്ലേ, ഈ സിസ്റ്റം ആണ് ഐസ് അല്ലെ, ഐസ് സിസ്റ്റം അല്ലേ. ഐസ് എന്ത് ചെയ്യും? മെൽറ്റ് ആവുന്നത് എന്തുകൊണ്ടാ? എന്റെ അല്ലെ, ഞാൻ യൂണിവേഴ്സിന്റെ പാർട്ടാണ്. എന്റെ എനർജി ആ ഐസ് പിടിച്ചു വലിക്കും. വലിച്ചിട്ട് അതിന്റെ അല്ലെ ഓർത്ത് വെക്കാം, ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് വരും അല്ലെ, ഓർത്ത് വെക്കാം. അപ്പൊ അത് എന്താണ്? ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തു. അപ്പൊ എന്താവും? ക്യൂ പോസിറ്റീവ്. ഇനി അടുത്ത എന്തായിരിക്കും? എക്സോതെർമിക്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ? ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് എന്ത് വരും? എനർജി വരും അല്ലെ, ഓർത്ത് വെക്കാം. അങ്ങനെ വന്നാൽ എന്ത് പറ്റും? എക്സോതെർമിക്. ക്യൂ എന്താവും? നെഗറ്റീവ്. ക്യൂ എന്താവും? നെഗറ്റീവ്. പേപ്പർ കത്തിച്ചാൽ എന്ത് പറ്റും? ഹീറ്റ് പുറത്തേക്ക് വരും അല്ലെ. അപ്പൊ പേപ്പറിന്റെ എനർജി കുറയും. പേപ്പറിന്റെ എനർജി കുറയും. എന്നിട്ട് എന്താവും? അത് പുറത്തേക്ക് അല്ലെ, സറൗണ്ടിങ്ങിലേക്ക് എനർജി വരും. ഓർത്ത് വെക്കാം. ഇത് ഇവിടെ എന്ത് എഴുതണം? അപ്പൊ ഇത് ക്യൂ. ക്യൂ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സോതെർമിക്. എക്സോതെർമിക് എന്തായിരുന്നു? സിസ്റ്റം ടു സറൗണ്ടിങ്. എനർജി ട്രാൻസ്ഫർ ഫ്രം സിസ്റ്റം ടു സറൗണ്ടിങ്. അങ്ങനെ എഴുതണം കേട്ടോ. എനർജി ട്രാൻസ്ഫർ ഫ്രം സിസ്റ്റം ടു സറൗണ്ടിങ്. ഇത്ര ഒക്കെയാണോ? ഓക്കെ. ഇനി അടുത്തൊരു കാര്യമാണ് വർക്ക്. അടുത്ത സബ് ഹെഡിങ് എഴുതി നോക്കുക, വർക്ക്. ഇതിലും 2 പോയിന്റ് ഉണ്ട്. വർക്ക്. വർക്ക് ആദ്യത്തെ എഴുതി നോക്കുക. ഡബ്ല്യു പോസിറ്റീവ്. ഡബ്ല്യു പോസിറ്റീവ്. ഡബ്ല്യു പോസിറ്റീവ് ആകും എപ്പോഴാണ്? വർക്ക് ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞേ. വർക്ക് ഓൺ ദ സിസ്റ്റം. ഡബ്ല്യു പോസിറ്റീവ്. വർക്ക് ഓൺ ദ സിസ്റ്റം. ഡബ്ല്യു പോസിറ്റീവ്. വർക്ക് ഓൺ ദി സിസ്റ്റം. ഇതേ ഒരു ഗ്ലാസ് വാട്ടർ ആണ്, ഓർത്ത് നോക്കുക. ആ വാട്ടർ ഇരിക്കുകയാണ്. ആ വാട്ടറിലേക്ക് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുകയാണ്. അപ്പൊ വാട്ടർ അല്ലേ സിസ്റ്റം അല്ലെ. ആ സിസ്റ്റത്തിലേക്ക് ഞാൻ സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ എനർജി കൂടുമോ കുറയോ? കൂടും. കാരണം എന്താ? എന്റെ അല്ലെ മസിലിന്റെ എനർജി ആർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്? ഈ വെള്ളത്തിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? അത് അല്ലെ കൈനറ്റിക് എനർജി കൂടൂലേ, അത് കിടന്ന് മൂവ് ചെയ്യൂലേ, പുറത്തു നോക്കാം. അപ്പൊ കൈനറ്റിക് എനർജി അവിടെ എന്ത് ചെയ്തു? കൂടി. അപ്പൊ സിസ്റ്റത്തിന്റെ എനർജി അവിടെ എന്താണ്? സിസ്റ്റത്തിൽ വർക്ക് ചെയ്താൽ സിസ്റ്റത്തിന്റെ എനർജി എന്ത് ചെയ്യും? കൂടും. ഇനി അടുത്തതാണ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. എന്താവും? ഡബ്ല്യു നെഗറ്റീവ് കേട്ടോ. ഒന്ന് എഴുതി വെക്കുക. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ത് പറ്റും? നെഗറ്റീവ്. ഡബ്ല്യു എന്താവും? നെഗറ്റീവ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഡബ്ല്യു എന്താവും? നെഗറ്റീവ്. ഇതിന് മീനിങ്, നിങ്ങൾ വർക്ക് ചെയ്യാണ്, നിങ്ങളുടെ എനർജി കൂടുകയോ കുറയോ അല്ലെ, ഓർത്ത് നോക്കാം. തന്നടുത്ത് പറയണോ 100 ടൈം ചാടിയിട്ട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും അല്ലെ? അല്ലെ, എനർജി കുറഞ്ഞു വയ്യാണ്ടാവും അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് പറ്റും? ഇയാളാണ് എന്റെ ഒബ്സർവേഷൻ ആണെങ്കിൽ എന്റെ സിസ്റ്റം ഇയാളല്ലേ, ഇയാൾ തനിയെ വർക്ക് ചെയ്താൽ എന്ത് പറ്റും അല്ലെ? അപ്പൊ സിസ്റ്റം വർക്ക് ചെയ്താൽ അതിന്റെ എനർജി കുറയും. ഓർത്ത് നോക്കാം. ഇനി ഈ ചാപ്റ്ററിന്റെ ഇത്രയേ ഉള്ളൂ. ആ ഒരു ടോപ്പിക് അവിടെ തീരും. പക്ഷെ അങ്ങനെയല്ല, ഇതിന് ചോദ്യങ്ങൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഓർത്ത് നോക്കാം. എങ്കിൽ ആദ്യത്തെ എന്തായിരുന്നു ആ ടോപ്പിക്, ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. എനർജി ഓഫ് ആനെ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ആവില്ല അല്ലെ, ശരിയല്ലേ? ഓർത്ത് നോക്കാം. അങ്ങനെ ഇയാൾ എൻ്റെ അടുത്ത് പറയാണ്, ആക്ച്വലി ഞാൻ ഇയാൾ പറയുന്നത് വിശ്വസിച്ച് കൊണ്ടുപോയിട്ട് ഇന്ന് ഫ്ലാസ്കിൽ ഒരു ചായ ഒഴിച്ചു വെക്കുകയാണ്, അടച്ചു വെക്കുകയാണ്. ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്, സമാധാനമായി. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ നോക്കിയപ്പോൾ തണുത്തിരിക്കുന്നു. ഞാൻ പിടിച്ചു ശരിയാക്കും. എന്താ കാര്യം? ലോ ഒക്കെ തെറ്റല്ലേ? ഐസൊലേറ്റഡ് സിസ്റ്റം ആണ് അല്ലെ. ഞാൻ പ്രതീക്ഷിച്ചു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്, എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എന്നും ചൂട് നിൽക്കും. എന്തുകൊണ്ട് ചൂട് പോയി പറ? പിന്നെ കോൺസ്റ്റന്റ് തന്ന പിന്നെ ലോ തെറ്റിയില്ലേ? എങ്കിൽ പിന്നെ നമുക്ക് ക്രെഡിറ്റ് കിട്ടും. ലോ അവരെല്ലാം ശരിയാണ്. എന്തുകൊണ്ട് എന്ന് പറയണം നിങ്ങൾ. അവർ പറഞ്ഞേക്കുന്ന എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റന്റ് ആണ്. എക്സെപ്ഷൻ അല്ല, അത് ശരിയാണ്. ഫ്ലാസ്ക് ആണ്.
ഫ്ലാസ്ക് ഒരു എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ചില ആൾക്കാര് പറയാറുണ്ട് ഇനി ലീക്ക് ഉണ്ടാവാം, അങ്ങനെയൊക്കെ പറയാം. അതെന്തുകൊണ്ടാ, അതാണ് ചോദ്യം. ടൈം അല്ലേ അയാൾ പറഞ്ഞു ശരിയാ. ഫ്ലാസ്കില് അല്ലെ അയാൾ പറഞ്ഞാണ് റൈറ്റ്. എന്തുകൊണ്ടാ? ഫ്ലാസ്കില് ഇന്ന് രാവിലെ വെച്ച് കഴിഞ്ഞിട്ട് വൈകിട്ടൊക്കെ എടുത്ത ചൂടൊക്കെ ഉണ്ടാവും അല്ലെ. ഫ്ലാസ്കിൽ ചായ കുടിക്കാറില്ലേ? ഫ്ലാസ്ക് അറിഞ്ഞൂടെ അല്ലെ? ഏട്ടാ ചില ആൾക്കാർ മനസ്സിലായില്ലേ? ഫ്ലാസ്കിൽ ചായ വെച്ച് കഴിഞ്ഞാൽ തൊട്ട് വൈകിട്ടൊക്കെ ആവുമ്പോ അല്ലെ, നമ്മൾ ഹോസ്പിറ്റലൊക്കെ പണ്ടൊക്കെ പോകുമ്പോ ഫ്ലാസ്കിൽ ചായ കൊണ്ടുപോകും, അല്ലെങ്കിൽ യാത്രയൊക്കെ പോകുമ്പോ ശരി. അതിൽ ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ ചിലത് ഒരു 12 മണിക്കൂറൊക്കെ വരെ ചെറിയൊരു ചൂടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ചൂട് പോവും. ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ അത് തണുത്തിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ഇത് വെച്ച് നിങ്ങൾ പറയാം മാത്സ് അല്ലെ, ഫിസിക്സ് പോലെ ഇത് അല്ലെ, ഇത് എത്തിക്കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യുന്ന സയൻസാ അല്ലെ. ഇത് വെച്ച് പറയണം എന്തുകൊണ്ട് എന്നുള്ളത് ഇതിലുണ്ട്. ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. ഇത് ഫ്ലാസ്ക് ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്, അത് കോൺസ്റ്റന്റും ആണ്. പക്ഷെ അവിടെ അതില് ഉള്ള കാര്യം ഇതിൽ ആൻസർ ഉണ്ട്. അയാൾ പറഞ്ഞത് ഇന്ന് ബാക്കി ആൾക്കാർ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പറയാം. അയാൾ പറഞ്ഞതിൽ എക്സോതെർമിക്കല്ലോ, പുറത്തോട്ട് പോവില്ല. ഈ ഫ്ലാസ്ക് ഉണ്ടാക്കുന്ന അറിയാലോ. ഫ്ലാസ്കിൽ എന്താ കൊടുക്കുക നമ്മൾ? സ്പേസ്. ഐസൊലേറ്റഡ് ആക്കാൻ വേണ്ടി എന്താ ചെയ്യാം? നമുക്ക് ഒരു ഫ്ലാസ്ക് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യും? വാക്കും കൊടുക്കാം. മനസ്സിലായി? അഡ്വാൻസ് വാക്കും കൊടുക്കാം, പുറത്തു വെക്കാം. അല്ലെങ്കിൽ എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം നമ്മൾ ബെസ്റ്റ് ആയിട്ട് അറിയുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഈ സാധാരണ പെട്ടിക്കടകളിൽ തെർമോകോളിന്റെ അല്ലെ ഒരു സാധനത്തിലാണ് ഐസൊക്കെ ഇട്ട് അടച്ചു വെച്ച് പോവില്ല തണുപ്പ് പുറത്തേക്ക്, അകത്തുനിന്ന് ഒന്നും വരില്ല, അത് അവിടെ ഐസായിട്ടിരിക്കും. എന്തുകൊണ്ടാണ്? തെർമോകോളില് 95% എന്താ? സ്പേസ് ആണ്, വാക്കുമാണ്. 95% മുകളിലും അതിനുള്ളിൽ എന്താണ്? വാക്കുമാണ്, സ്പേസ് ആണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ എറണാകുളത്ത് വലിയൊരു സംഭവം ഉണ്ടല്ലേ, തെർമോകോളിലൊരു വീട് പണിത്, കേട്ടല്ലേ? ഓ ഇല്ല, എനിക്കൊരു ഇത് പണിയാണെങ്കിൽ ഞാൻ എന്തായാലും അതുപോലെ ചെയ്യുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ യൂട്യൂബിലും എല്ലാത്തിലും, മാത്രമല്ല ചാനലുകളിലൊക്കെ ഇട്ടുണ്ടായിരുന്ന സമയത്ത്. അയാൾ അമേരിക്ക എന്നുള്ള ആളാണ്. പുള്ളി വീടൊക്കെ പണിത സമയത്ത് സെൻട്രലൈസ്ഡ് AC ആക്കാൻ കരുതി. ഇവിടുത്തെ ടെമ്പറേച്ചറിൽ ഫുള്ള് സെൻട്രലൈസ്ഡ് AC ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? കറണ്ട് കാശ് പോയി ഒരു പരിപാടി. പുള്ളി ചെയ്ത കാര്യത്രേ ഉള്ളൂ, ഈ വാളുകളില്ലേ, ഈ വാളില് ബീമുകൾ ഉണ്ടാവും. ബീം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇതുപോലെ ബീം നിങ്ങൾ പഠിക്കുന്ന അപ്ലൈ ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ബീം നന്നായിട്ട് സ്ട്രക്ചറൽ ഓക്കെയാണ്. പുള്ളി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ മെഷ് ഉണ്ടല്ലോ, മെഷ് എന്ന് പറഞ്ഞ ഇരുമ്പിന്റെ അറിയാലോ, ആ മെഷ് വെച്ചു. മെഷ് എന്ന് പറഞ്ഞ് അയണ്ട മെഷ്, അത് ഫസ്റ്റ് പ്രൂഫ് വെച്ചിട്ട് അതിൽ മുഴുവനും ഇത്രയും കട്ടിയുള്ള തെർമോകോൾ വെച്ച് മുഴുവൻ കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ പ്ലാസ്റ്റർ ചെയ്തു. മനസ്സിലായി? ഇതുപോലെ പ്ലാസ്റ്റർ ചെയ്ത് നല്ല ഭംഗിയാക്കി. അപ്പൊ അത് എന്താണ്? ഐസൊലേറ്റഡ് ആണ്, ഫ്ലാസ്ക് പോലെയാണ്. അകത്ത് തണുത്ത പുറത്തേക്കൊന്നും പോവില്ല. ഇനി ലുലു മാള് കണ്ടിട്ടുണ്ടോ? ലുലു മാള് നിറച്ചും ജനലും ഇതൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടോ? ഉണ്ടോ? പോയി ഇനി ലുലു മാള് നോക്കിയിട്ട് എത്ര ജനലുണ്ടെന്ന് പറഞ്ഞു. ലുലു മാളിൽ ഒന്നുമില്ല. നിങ്ങൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ എന്താണ്? ഒറ്റ ലെവലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇനി പോകുമ്പോ ലുലു മാള് നിങ്ങൾ പോയി നോക്ക്. എവിടെയെങ്കിലും ലുലു മാളിന്റെ ഇങ്ങനെ ഹോള് പോലെ ജനലൊക്കെ പോലെ ഈ വീട് ബിൽഡിംഗ് പണിയണ പോലെ, ഇവിടുത്തെ വലിയ ബിൽഡിംഗ് പണിയണ പോലെ ഏതെങ്കിലും ജനലോ എന്തെങ്കിലും ഉണ്ടോ? അവരും പരമാവധി എന്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്? ഇത് തന്നെയാണ്, പക്ഷെ ഐസൊലേഷൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. തെർമോകോൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതിന്റെ സ്ട്രക്ചറൽ ഇതൊന്നും നോക്കിയിട്ടില്ല. മനസ്സിലായോ? അല്ലെ അതിന്റെ മൊബൈൽ ഫോൺ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനാണ്. ഗ്ലാസ് അത് മുകളിൽ ഒരു ടോപ്പ് ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അത് പോവും. അതിനുള്ള ഗ്ലാസ് ഉണ്ട് കേട്ടോ, അതും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഹീറ്റ് പോകാത്ത ഗ്ലാസ് ഉണ്ട്. ഇയാള് നേരത്തെ പറഞ്ഞ പോലെ വാക്കും ഇടും. അങ്ങനെയാണ് മിക്ക ഈ ദുബായ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നൊരു. സ്പേസ് ഇടും. 2 ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസിന്റെ ഇടയിൽ സ്പേസ് ഇട്ടിട്ട് മുകളിൽ വാക്കും വെച്ച് ക്ലിയർ ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയേ, AC ഇട്ടിട്ട് ഈ ഇയാള് പറഞ്ഞ പോലെ നല്ല ഇതാണെങ്കിൽ എന്ത് പറ്റും? പുറത്തുനിന്ന് നല്ല ചൂട് വരുന്നു. AC എത്ര ഇട്ടിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. മനസ്സിലായി? അത് ഭയങ്കരമായിട്ട് എനർജി ലോസ് ആണ്. ഇപ്പൊ ഈ എറണാകുളത്ത് ചെയ്തേക്കുന്ന വലിയൊരു ഏരിയ ആണ്. ആ ഏരിയയിൽ ഇത് മുഴുവൻ ഇങ്ങനെ കവർ ചെയ്തു. അപ്പൊ ഓർത്ത് നോക്കുക, പുറത്തൊന്നും അതൊന്നും വരില്ല കേട്ടോ. ഓർത്ത് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ഇവിടെയൊക്കെ അത് വേണ്ടി വരും. കാരണം നിങ്ങൾക്ക് അറിയാലോ, ചൂട് വരുമ്പോൾ ഇവിടെയൊക്കെ എന്തായി? കഴിഞ്ഞ വർഷം തന്നെ കണ്ടാറില്ലേ? നല്ല ചൂട് വരുമ്പോൾ നല്ലോണം ചൂടാ. ഇവിടേക്ക് ഇത് വെക്കാൻ കാരണം അത് തന്നെയാണ്, നല്ല ചൂടുണ്ട്. ഓരോ വർഷം കൂടാണ്. ഇനി ഞാൻ ചോദിക്കുന്നത് ഈ കാര്യത്തിലേക്ക്, ഫ്ലാസ്കില് എന്തുകൊണ്ടായിരിക്കും? ഇയാൾ പറഞ്ഞതിന് കണക്ട് ചെയ്തു, W വ്യത്യാസം വരും. ഇയാൾ പറഞ്ഞു വർക്ക് എന്ന് പറഞ്ഞു, ടൈം വർക്ക്, ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഇനി ഞാൻ കഥ വരാം. ഈ റൂം ഒരു ഫ്ലാസ്ക് ആണ്. നിങ്ങൾ വെള്ളത്തിന്റെ മോളിക്യൂൾ ആണെന്ന് കരുതാം. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇമാജിൻ ചെയ്യും. നിങ്ങൾ
ഫ്ലാസ്കിലാണ്, നിങ്ങൾ വാട്ടർ ആണ്, ഫ്ലാസ്കിനകത്ത് നല്ല ചൂടുള്ള വാട്ടർ അല്ലേ നിങ്ങൾ വെറുതെ കിടന്നുറങ്ങോ? ചൂടുവെള്ളം തുറന്നു നോക്കിയ ഫ്ലാസ്ക് ചൂട് ആവി വരൂലേ? ആവി എന്ന് പറഞ്ഞാൽ വാട്ടർ അല്ലേ? വാട്ടർ എന്ത് ചെയ്യും? ഹീറ്റ് ആയിട്ട് ഇടുന്ന സമയത്ത് ആ വാട്ടർ പോയി മുകളിൽ പോയിട്ട് എന്ത് ചെയ്യും? ഇടിക്കും. ഇടിച്ചിട്ട് എന്ത് ചെയ്യും? താഴത്തേക്ക് വീഴും. വീണ്ടും എന്ത് ചെയ്യും? ഇടിക്കും. പിന്നെ എന്ത് ചെയ്യും? താഴേക്ക് വരും. അപ്പൊ എന്ത് പറ്റും? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ബൈ ദ സിസ്റ്റം എന്താണ്? നെഗറ്റീവ്. അപ്പൊ ഇപ്പോഴുള്ളത് -10 ആണെന്ന് കരുതാം. 10 കുറച്ച് കഴിയുമ്പോൾ 9 ആകും. സമയം കൂടുന്തോറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഇയാളുടെ അടുത്ത് പറയാം 2 പ്രാവശ്യം ചാടാൻ. വെള്ളത്തുള്ളിയാണ് ഇയാള് അല്ലെ? ഇയാൾ വാട്ടറാണ്. ഇയാൾ 2 പ്രാവശ്യം ചാടിയാ അല്ലെ? അതുപോലെ ഒരു 8 മണിക്കൂർ ആകുമ്പോൾ എത്ര പ്രാവശ്യം ചാടുമ്പോൾ പോയി ഇടിക്കും? താഴേക്ക് വീഴും. അങ്ങനെ വരുമ്പോൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം വരും. അങ്ങനെ ബൈ ദ സിസ്റ്റം വരുമ്പോൾ എന്ത് പറ്റും? ഇത് എവിടെ നോക്കിയേ? ഈ ക്യൂബ് എത്ര ഉണ്ടായി? 10 ഉണ്ടായിരുന്നു വരുന്നത്, അല്ലെങ്കിൽ 15 ആണ്. ഈ W എന്താ പറ്റും? -1 -2 -3. ടൈം ഡ്യൂറേഷൻ കൂടുന്തോറും ഇയാൾ പറഞ്ഞു അല്ലെ, ടൈം കൂടുന്തോറും വർക്ക് എന്ത് വരും? നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ എന്താവും? 0. അപ്പോഴാണ് അത് അല്ലെ അവിടെ വരുന്ന ചെറിയൊരു ചൂടൊക്കെ വേണമെങ്കിൽ ഉണ്ടാവാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് പല സിസ്റ്റത്തിലും. Q എന്തായിരിക്കും? W എന്തായിരിക്കും? Q0 ആയ W ആവും. അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ എടുത്തു പോകും. Q0 ആയ W ആവും അല്ലെ? ഇന്റേണൽ എനർജി. ഇനി W0 ആയ എന്ത് വരും? Q. അങ്ങനെയുള്ള കണ്ടീഷൻ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയുള്ള കണ്ടന്റ്. പക്ഷെ ഇപ്പൊ ഇതുപോലെ കണ്ടീഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യണം. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചിട്ട് തന്നെ കേട്ടോ. ഓർത്ത് നോക്കാം. Q എന്തായിരുന്നു? ഹീറ്റ് കണ്ടന്റ്. 2 കാര്യങ്ങളുണ്ട് ക്യൂല്. നമ്മൾ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് വൈകി. പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവ് വന്നാ പോസിറ്റീവ് വന്നാ എൻഡോതെർമിക്, നെഗറ്റീവ് വന്നാ എക്സോതെർമിക്. W മൈനസ് ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. W പോസിറ്റീവ് ആണെങ്കിൽ വർക്ക് ഓൺ ദ സിസ്റ്റം കേട്ടോ. ഓർത്ത് നോക്കാം. വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ.